പ്രിയമുള്ളവർക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ സ്നേഹവന്ദനം. വീണ്ടും തിരുവചനം പഠിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നാം ചിന്തിച്ചു നിർത്തിയത് ദൈവമക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണല്ലോ. സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ മണവാട്ടി സഭ മണവാട്ടിയായത് എപ്രകാരം, അഥവാ മണവാട്ടിയായ സഭ ലഭിക്കുന്ന 6 കിരീടങ്ങളെ കുറിച്ച് ചിന്തിച്ചു. തുടർന്ന് മഹോപദ്രവത്തിന് വേണ്ടിയും അത് കഴിഞ്ഞുള്ള സഹസ്രാബ്ദത്തിന് വേണ്ടിയുള്ളതായ 2 ഒരുക്കങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മഹോപദ്രവത്തിൽ എതിർ ക്രിസ്തുവിനെ ഇരിക്കുവാനും താൻ ദൈവമാണെന്ന് പറയുവാൻ ഒരു ദേവാലയം വേണം. തീരുമാന പ്രകാരം ഒരു ദേവാലയം ഉണ്ടാകുന്നു പഠിച്ചു. അതിന്റെ നിർമ്മാണത്തെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ ചിന്തിച്ചത് സഹസ്രാബ്ദ ദേവാലയം, യേശു രാജാവായിട്ട് വരുമ്പോൾ എഗസ്കേൽ 47-ാം അധ്യായം മുതൽ കാണുന്നതായ ദേവാലയത്തെ കുറിച്ച് ചിന്തിച്ചു. ഇത് കർത്താവിന്റെ കൃപയാൽ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന 6ാമത്തെ ദിവസമാണല്ലോ. ഇത് തീരുന്നില്ല എങ്കിൽ ഇന്ന് തീർത്തിട്ട് നാളെ മുതൽ ഉള്ള 3 ദിവസം മറ്റൊരു വിഷയം എടുക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നുകൊണ്ട് ഇത് തീരുകയില്ല എങ്കിലും നമുക്ക് വേറൊരു വിഷയം എടുക്കണമല്ലോ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ചിന്തിക്കുക, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിച്ചു റാപ്ചർ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, ആരെല്ലാം എടുക്കപ്പെടും, അപ്രകാരം തന്നെ ആന്റി ക്രൈസ്റ്റ് എങ്ങനെയെല്ലാം വരും, ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്ന് കർത്താവിന്റെ കൃപയാൽ സമയത്തിന് 2-3 കാര്യങ്ങൾ ചിന്തിക്കാം. ഈ ഭൂമിക്ക് കർത്താവിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം വരുന്ന മഹോപദ്രവത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഭൂമി, അല്ലെങ്കിൽ അതിനായി തകർന്നുകൊണ്ടിരിക്കുന്ന ഭൂമി, ആദ്യം അതാണ്. അതിനുശേഷം മഹോപദ്രവം കഴിഞ്ഞ് 7-ാം വർഷത്തിൽ നടക്കുന്ന ഒരു വലിയ പരിപാടിക്ക് വേണ്ടി ഇസ്രായേൽ ഒരുങ്ങുന്നു. ഇത് രണ്ടും നമുക്കിപ്പോൾ ചിന്തിക്കാം. ഒന്ന്, ഈ ഭൂമിയുടെ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു. വായിക്കാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21, 25 മുതൽ 28. മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ആരാണെന്നറിയാമോ? കാത്തിരിക്കുന്നവർ. ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. ശിഷ്യന്മാരല്ല കാണാൻ പോകുന്നത്, അവർ കാണും. ഭാവിയിലെ കാര്യം പറഞ്ഞതാണ്. ഇത്രയും സംഭവങ്ങൾ നടന്നാൽ കാത്തിരിക്കുന്നവരുടെ അടയാളമാണ് മനുഷ്യപുത്രൻ തേജസ്സോടെ വരും. കോസ്മോളജി, ഓഷ്യാനോഗ്രാഫി, ജിയോളജി, ഇതാണ് കർത്താവ് പറഞ്ഞത്. നമുക്കത് നോക്കാം. ഈ ഭൂമി വളരെ പ്രത്യേകതയുണ്ട്. നമ്മളുടെ ഗാലക്സിയുടെ പേര് നമുക്കറിയാം, മിൽക്കി വേ. 10,000 crores of stars. This Milky Way contains 10,000 crores of stars. അതിൽ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. 10,000 കോടി നക്ഷത്രങ്ങളിൽ വളരെ ചെറുതാണ്. ഈ സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹം ആയിരുന്നു, ഇപ്പോൾ 8 ഉള്ളൂ. അതിനും ഒരു കാരണമുണ്ട്. 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ 9 ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നു. അതിന്റെ പേരാണ് സോളാർ സിസ്റ്റം. ഈ 9 ഗ്രഹങ്ങൾക്കും ഇന്ധനം കൊടുക്കുന്നത് സൂര്യൻ. ഈ ഭൂമിക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ട്, വേറെ ഒരിടത്തുമില്ല. ഓക്സിജൻ പ്രപഞ്ചത്തിൽ വേറെയൊന്നുമില്ല. 98.4 ഡിഗ്രി ടെമ്പറേച്ചറുള്ള മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള ചൂട് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ മാത്രം വേറെ എങ്ങും പറ്റുകയില്ല. കുടിക്കുവാവുന്ന വെള്ളം എങ്ങുമില്ല. വെള്ളം തന്നെ എങ്ങുമില്ല. ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് നിഗമനം, അത് കുടിക്കാൻ പറ്റുന്നതല്ല. ഉപയോഗിക്കാൻ പറ്റുന്ന H2O ഈ ഭൂമിയിൽ മാത്രം. ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്രീനറി, വേറെയൊന്നുമില്ല. ഇവിടെ മാത്രം ആനിമൽ കിങ്ഡം, ബേർഡ് കിങ്ഡം, അതുപോലെ തന്നെ എഴുതുന്നത്. ആ പ്രത്യേകത നോക്കണം. ഇവിടെ മാത്രം 23 ഡിഗ്രി ചെരിവി ഭൂമിക്ക് വേറെ ഒരിടത്തുമില്ല. അതുകൊണ്ട് 4 ഋതുക്കൾ 3 മാസം കൂടുമ്പോൾ സൈക്കിൾ അനുസരിച്ച് വിന്റർ, സമ്മർ, ഓട്ടമൺ, സ്പ്രിംഗ്, 4 കാലാവസ്ഥ. ഇവിടെ മാത്രം മണ്ണിനകത്ത് ബാക്ടീരിയ ഉണ്ട്. ഏത് വസ്തു കുഴിച്ചിട്ടാലും അലിഞ്ഞു മാറും. ഇവിടെ മാത്രം ഒരു ചെടി വെച്ചാൽ കിളിർക്കും.
ഈ ഭൂമിക്ക് മാത്രം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയതായ ആകർഷണ ശക്തി. ഇതിന്റെ ആകർഷണത്തിന്റെ പകുതിയേ ഉള്ളൂ ചന്ദ്രൻ. ഈ ഭൂമിക്ക് മാത്രം എങ്ങനെ ഈ പ്രത്യേകതകൾ കിട്ടി? വേറൊരിടത്തുമില്ല. എത്രയോ ഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നു. എങ്ങനെ ഈ ഭൂമിക്ക് കിട്ടി? ഒരു പിതാവ് വീട് നിർമ്മിച്ച് ഫർണിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് മകന് നൽകുന്ന പോലെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് വായിക്കാം. 115 സങ്കീർത്തനം 16 വാക്യം. 115 സങ്കീർത്തനം 16 വാക്യം. Psalm 115. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക്. മനുഷ്യൻ ചന്ദ്രനിൽ പോയാലും ചൊവ്വായി പോയാലും ഒന്നും താമസിക്കാൻ ഒക്കത്തില്ല. പോയി വേണേ കറങ്ങിങ്ങി പോരാ. ഭൂമി മാത്രമേ മനുഷ്യർക്ക് ദൈവം വെച്ചിട്ടുള്ളൂ. ആ ഭൂമിയിൽ 7 ഘടകങ്ങൾ നമുക്ക് ജീവിക്കാൻ. ആ 7 ഘടകങ്ങളും മാറിപ്പോയി. അതാണ് മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. സൂര്യനിൽ നിന്നാണ് ചൂട് വരുന്നത്. അത് തന്നെ നോക്കിക്കോണം. സൂര്യന്റെ ചൂട് 6000 ഡിഗ്രി കെൽവിൻ. ഹൈഡ്രജൻ കത്തി ഹീലിയമാകുകയാണ് അവിടെ. അതാ 1.5 കോടി ഡിഗ്രിയിൽ ഒരു സെക്കൻഡിൽ 60 കോടി ടൺ ഹൈഡ്രജൻ അവിടെ കത്തി ഹീലിയമാകുക. ആ ചൂട് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹത്തിന്റെ പേരാണ് മെർക്കുറി, ബുധൻ. മെർക്കുറിയിൽ വരുമ്പോൾ 424 ഡിഗ്രീസ്. അതിനടുത്തത് വീനസ്. അവിടെ വരുമ്പോൾ 482 ഡിഗ്രീസ്. ഒറ്റ സൂര്യന്റെ ചൂടാന്ന് ഓർത്തോണം. മൂന്നാമത്തെ പ്ലാനറ്റ് എർത്ത്. വീനസിൽ 482, എർത്ത് ഇവിടെ വരുമ്പോൾ ആവറേജ് 20. ഉഷ്ണരാജ്യങ്ങളിൽ 40, 45, 47, 50. ഇന്ത്യ 30, 35. ഈ വടക്കൻ പാശ്ചാത്യ രാജ്യങ്ങൾ 20 വരെ വരുന്നു. ആവറേജ് 20 ഡിഗ്രീസ്. എങ്ങനെ വന്നു? നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നു മാർസ്, ചൊവ്വ. ഇവിടെ 20 ആണെങ്കിൽ ആ ചൂട് ചൊവ്വായി ചെല്ലുമ്പോൾ കേൾക്കണം, ആ ചൂട് എത്രയാണ്? 140. അതിനപ്പുറത്താണ് നിൽക്കുന്നത് ഏറ്റവും വലുത് ജൂപ്പിറ്റർ, വ്യാഴൻ. അവന്റെ ചൂട് 121. അതിന്റെ അപ്പുറത്ത് സറ്റേൺ, ശനി, 140, 140 ഡിഗ്രി. അതിന്റെ അപ്പുറത്ത് യുറാനസ് 193 ഡിഗ്രീസ്. നെപ്റ്റ്യൂൺ 193 ഡിഗ്രീസ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് കർത്താവ് ഈ സൗരയൂഥത്തിൽ നിന്ന് മാറ്റിവിട്ട പ്ലൂട്ടോ 270 ഡിഗ്രീസ്. എങ്ങനെ ഈ ഭൂമിക്ക് മാത്രം വന്നു? അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് ജീവിക്കാൻ മതിയായ ചൂട് ഈ ഭൂമിയിൽ മാത്രം. 7 ഘടകങ്ങളിൽ ഈ ഭൂമി, ഈ 7 ഘടകങ്ങൾക്കും മാറ്റം വന്നതായി ആധുനിക സയൻസ് അടിവരയിട്ട് പറയുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ എല്ലാവിധമായ ക്രമീകരണങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നു. തീരാൻ പോകില്ല, തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിമിത്തമാണ് ഇങ്ങനെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞു, സൂര്യനിൽ ലക്ഷ്യം. There shall be sign on sun. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ ഒരു സെക്കൻഡിൽ ഞാൻ പറഞ്ഞതുപോലെ 1.5 കോടി ഡിഗ്രി, 6000 ഡിഗ്രി കെൽവിനിൽ 60 കോടി ടൺ ഹൈഡ്രജൻ കത്തുന്ന പരിപാടിയാണ് സൂര്യൻ. ആ സൂര്യനിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നോക്കിയേ, ഈ ഭൂമിയുടെ പ്രത്യേകത, ഈ ഭൂമിക്ക് മാത്രമേ ഉള്ളൂ 12 മണിക്കൂർ രാത്രി. അന്റാർട്ടിക്കയിൽ മനുഷ്യവാസമില്ലാതെ ഒഴിച്ചാൽ ലോകത്തിൽ ആവറേജ് 12 മണിക്കൂർ രാത്രി. വേറെ ഒരു ഗോളത്തിനും അതില്ല. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗോളത്തിന്റെ പേരാണ് വീനസ്. അവന്റെ രാത്രി കേൾക്കണോ? ഒന്ന് ഇരുട്ടിയാൽ നേരം വിളക്കണമെങ്കിൽ 121 ദിവസം. ഒറ്റ രാത്രിയാണ് 4 മാസം. അപ്പൊ ഉറങ്ങാൻ കൊതിയുള്ളവരോടെ പോയ 3 ഉറക്കം, ഒരു ബർത്ത്ഡേ. അത്ര ക്രമീകരിച്ചതാണ്. ആ സൂര്യനെ സംബന്ധിച്ച് ലക്ഷ്യമുണ്ടാകുന്ന കർത്താവ് പറഞ്ഞെങ്കിൽ ആധുനിക സയൻസ് 3 കാര്യങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തി. ഒന്ന്, സൺ ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് എ ബലൂൺ. സൂര്യൻ ബലൂൺ പോലെ വികസിക്കുന്നു. ബലൂൺ വികസിച്ചാൽ എന്ത് പറ്റും നമുക്കറിയാം? പൊട്ടും. ഈ ഭൂമി പൊട്ടും, തെളിവേ.
1972 ഈ ഭൂമിയേക്കാൾ വലിയൊരു ഭൂമി പൊട്ടിത്തെറിച്ചതിന്റെ ശവം ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷാക്സിയർ കണ്ടുപിടിച്ചു. അത് പ്രപഞ്ചത്തിൽ കറങ്ങുന്നുണ്ട്. ആ ഡെഡിന് പേരിട്ടിരിക്കുന്നത് സിഗ്നൽ 10-1. ഇനിയും ഇത് അന്ത്യകാലം. ഈ 2009 മാർച്ച് മാസം 26-ാം തീയതി ഒരു സംഭവം നടന്നു. സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിലെ കോസ്മോളജി ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഒന്നിച്ചൊരു കാഴ്ച കണ്ടു. ഈ മാർച്ച് നമ്മുടെ ഈ സൂര്യനേക്കാൾ 50 മടങ്ങ് വലിപ്പമുണ്ടായിരുന്ന ഒരു സൂര്യന്റെ ഒരു ഭാഗം അടർന്നു വീണു. നേരിട്ട് കണ്ടു. ഈ വർഷം ഇതെല്ലാം കാണിക്കുക ലോകത്തെ. ഈ വർഷം അടർന്നു വീണു ഒരു ഭാഗം. എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിന് വരവിന് ശേഷം 3.25 വർഷം കഴിയുമ്പോൾ ഭൂമിയുടെ 1/3 നടന്നു പോകും. വായിക്കാം. വെളിപ്പാട് ബാധ തട്ടിയെന്ന് അന്ന് യോഹന്നാന്റെ പുസ്തകം പറയുമ്പോൾ 2009 മാർച്ച് 26-നും 27-നും ഈ 2 ദിവസങ്ങൾ അത് കണ്ടു. സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് അറിയാമായിരുന്നു പോകുമെന്ന്. അവരെ നോക്കിക്കൊണ്ടിരുന്നു. നേരിട്ടവര് കണ്ടു. സൺ ഈസ് എക്സ്പാൻഡിംഗ് ലൈക്ക് എ ബലൂൺ. രണ്ടാമത്തത്, ശാസ്ത്ര ലോകത്തിന് വളരെ ഭയമുള്ള 3 അക്ഷരമുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാർ CME അത് കേട്ടാൽ അവർ ഉടനെ നോക്കും. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ കുറ്റവാളികൾ ഞെട്ടുന്നത് പോലെ. CME കൊറോണൽ മാസ് ഇജക്ഷൻ. നോക്കിക്കേ, കർത്താവ് സൃഷ്ടിച്ചവനാ പറഞ്ഞ ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം തന്നു. ലോകത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആ ലക്ഷ്യം ഫീൽ ചെയ്യുന്നു. സൂര്യൻ 3 ഭാഗമാണ്. ഫോട്ടോസ്ഫിയർ, 2-ാം ഭാഗം ക്രോമോസ്ഫിയർ, ഇന്നർ പാർട്ട് കൊറോണ. അവിടെയാണ് ഈ ഫ്യൂഷൻ നടക്കുന്നത്. CME എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ പറഞ്ഞാൽ സൂര്യന്റെ അന്തിശ്വാസം. കാരണം ഈ ഉടനെ തീരുമെന്നല്ല, സൂര്യന്റെ അകത്തെ ഇന്ധനങ്ങൾ ഒന്നിച്ച് തുപ്പുക. കൊറോണൽ മാസ് ഇജക്ഷൻ. കൊറോണയ്ക്കകത്തുനിന്നും മാസ് ഇജക്ഷൻ. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിന്റെ കാരണം CME കൊറോണൽ മാസ് ഇജക്ഷൻ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലോകത്തിൽ. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ടെലിഫോൺ ചിലപ്പോൾ ഡെഡ് ആകും. CME 1 സെക്കൻഡ് 2 സെക്കൻഡ് കറണ്ട് ഡിമ്മായി മാറും. CME തീർന്നില്ല. ഈ ചൂടിങ്ങനെ കൂടുന്നു. ഇത് കണ്ടുപിടിക്കുന്ന ആളുകൾ വളരെ ഭയത്തോടെ നിൽക്കുക. അതാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ചൂടായിക്കൊണ്ടിരിക്കുക. നമുക്ക് 98.4 ഡിഗ്രിയിൽ ജീവിക്കാൻ ഒക്കാത്തൊരു ചൂടിലേക്ക് വരികയാണ്. 2002 ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് 8-10 വർഷമായി. 2002 ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഹിമാലയത്തിൽ വന്ന് 5600 മീറ്റർ പൊക്കമുള്ള ഒരു മഞ്ഞുമല ഡിമാർക്കേറ്റ് ചെയ്തു പോയി. 4 വർഷം കഴിഞ്ഞ് 2006 വന്നപ്പോൾ അവിടുത്തെ പൊക്കം 0. 5600 മീറ്ററാണ് ഹിമാലയത്തിലെ മഞ്ഞ് ഉരുകി കടലിൽ കയറിയത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതേ ചൂട് പോയാൽ 2020 വരെ പോയാൽ ഈ തുറമുഖങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും. പറഞ്ഞു കഴിഞ്ഞു സയൻസ്. തീർന്നില്ല. ഭൂമിക്ക് ഒരു കൂളറുണ്ട്. അതാണ് അന്റാർട്ടിക്ക. ദൈവം വെച്ചിരിക്കുന്നതാണ്. അവിടെ ശാസ്ത്രജ്ഞന്മാർ പോലും 2 ആഴ്ചക്കുള്ളിൽ പോയി താമസിക്കാനൊക്കത്തില്ല. അത്ര കൊടും തണുപ്പ്. അതിൽ കൂളർ പോലെ അതിനകത്ത് അടിക്കൂടെ പെനട്രേറ്റ് ചെയ്ത് ലോകം മുഴുവൻ പോകണം. 3 ഐസാണ് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. അടിക്കിടക്കുന്ന ഐസിന്റെ പേരാണ് പോളാർ ഐസ്. അതിന് മേളിലൊരു കട്ട ലെയർ ബാക്ക് ഐസ്. അതിന്റെ മേളിലൊരു ലെയർ ഫാസ്റ്റ് ഐസ്. പോളാർ ഐസ് ഈസ് നോട്ട് സപ്പോസ് ടു മെൽറ്റ് അറ്റ് എനി റേറ്റ്. എന്നാൽ ഇപ്പോൾ അത് ഉരുകാൻ തുടങ്ങി. എല്ലാം ഈ കടലിലേക്ക് വരിക. വെള്ളം പൊങ്ങുന്നത്, നമ്മുടെ നദികളിലൊക്കെ വെള്ളം പൊങ്ങുന്നത് പോലെ പോളാർ ഐസ്, ബാക്ക് ഐസ്, ഫാസ്റ്റ് ഐസ് ഉരുകാൻ തുടങ്ങി. ചൂട് കൂടുമ്പോൾ ബാക്ടീരിയ പെരുകും, രോഗങ്ങൾ വർദ്ധിക്കും. ചൂട് കൂടുമ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ ബാലൻസിങ് മാറും. പുറകെ വരുന്ന കാരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാം. കംപ്ലീറ്റ് ക്ലൈമറ്റിക്കൽ ചേഞ്ച്, വെതർ ചേഞ്ച് എല്ലാ രാജ്യങ്ങളിലും. ഒരു കാരണം സൂര്യന്റെ ചൂടിനുണ്ടായ വ്യത്യാസം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, സൂര്യനിൽ ലക്ഷ്യം. അതിനേക്കാൾ ഗൗരവമാണ് 1997 ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു. വളരെ ഗൗരവം. എന്തുകൊണ്ട് ഈ രോഗം വർദ്ധിക്കുന്നു, ക്യാൻസർ പെരുകുന്നു? ഡോക്ടേഴ്സ് ഇരിപ്പുണ്ടല്ലോ, അവർക്കറിയാം എന്തുകൊണ്ട് ഈ സ്കിൻ ക്യാൻസർ
അല്ല, ക്യാൻസർ പെരുകുന്നു, പല രോഗങ്ങൾ പെരുകുന്നു, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഈ സൂര്യനാവില്ല. സൂര്യനിൽ നിന്നും 41% വെളിച്ചമേ ഇവിടെ വരാവുള്ളൂ, സൺലൈറ്റ്. ബാക്കി 51 ഇൻഫ്രാറെഡ് ഷുഡ് നോട്ട് കം. 8 UV വരാൻ പാടില്ല. 41% വരാവുള്ളൂ. ബാക്കി UVയും ഇൻഫ്രാറെഡും വരാൻ പാടില്ല. അതിന് ദൈവം സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ഒരു മറയിട്ടിരുന്നു. ആ മറയ്ക്ക് ജപ്പാൻകാരുടെ പേരാണ് മാഗ്നറ്റിക് ലെയർ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അതിന് പണ്ട് മുതലേ കർത്താവ് എഴുതിയിട്ടുണ്ട്, ദേവദാസന്മാർ പ്രസംഗിക്കുന്നതാ ആ മറയെ കുറിച്ച്. മാഗ്നറ്റിക് ലെയർ, കാന്തിക വലയം എന്ന് ശാസ്ത്രം പറയുന്നു. തിരുവചനം പറയുന്നു 19 സങ്കീർത്തനം 4 വാക്യം, അവിടെ അവൻ സൂര്യനെ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. ഈ കൂടാരം ജപ്പാൻകാർ കണ്ടുപിടിച്ചു. 60,000 കിലോമീറ്റർ അതിന് കീറിപ്പോയി. മാഗ്നറ്റിക് ലെയർ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന UVയും ഇൻഫ്രാറെഡും ഇവിടെ വരാതിരിക്കാൻ ഈ ലെയറിലടിച്ച് ഡിവിയേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിലേക്കും ശൂന്യാകാശത്തിലേക്ക് തെറിപ്പിച്ച് വിടുന്ന പരിപാടി ഇവിടെ വരാൻ പാടില്ല. സൂര്യനിൽ ലക്ഷ്യമുണ്ടാകുമെന്ന് പറഞ്ഞത് തെളിവാ. 60,000 കിലോമീറ്റർ കീറിപ്പോയെങ്കിൽ ഈ മാരകമായ രശ്മികൾ ഭൂമിയിൽ വരുന്നതിനാണ് ആക്ഷന്റെ പേരാണ് സിഗ്മോയിഡ്സ്. സയൻസ് കണ്ടുപിടിച്ചതാ. അത് നിമിത്തമാണ് ഈ രോഗം. UVയും അറിയാമല്ലോ, ഇൻഫ്രാറെഡ് ശരീരത്തിൽ കയറിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ സമയം പോകും. നമുക്ക് അതിനെ മെഡിക്കൽ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫും ആയിരിക്കും. നിങ്ങൾക്കറിയാം AGTC-ക്കകത്തെ P53 ക്യാൻസർ സർപ്ലസ് ജീൻ അവിടെ നിശ്ചലമാവും. ഈ കയറിപ്പോയാൽ ഏത് ഭാഗത്ത് കയറുന്നു അവിടുത്തെ P53 നിശ്ചലമായാൽ ഏത് രോഗം കയറുമെന്ന് സയൻസ് കണ്ടുപിടിച്ചു. അതാണ് ഈ രോഗം വരികാൻ ഒരു കാരണം. കർത്താവ് പറഞ്ഞു സൂര്യനിൽ ലക്ഷ്യം. ഈ 3 ലക്ഷ്യം നോക്കിക്കേ. സയൻസ് അടിവരയിട്ട് പറഞ്ഞെങ്കിൽ ചന്ദ്രനിൽ ലക്ഷ്യം. എന്താണ് ചന്ദ്രന്റെ കാര്യം? ഈ ചൂടിന്റെ വേരിയേഷൻ ചന്ദ്രനെ ബാധിച്ചു. അതിനാ പറയുന്നത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയം. ചന്ദ്രൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ചന്ദ്രനെ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഞാനൊരിക്കലും ഒരു ക്ലാസ് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറയുന്നു പറഞ്ഞു, സെക്കൻഡ് ഷോ കഴിഞ്ഞ് ടോർച്ചില്ലാതെ വീട്ടിൽ പോവാന്ന്. അത് തന്നെയല്ലേ ചന്ദ്രനെ തമ്മിൽ ഉദ്ദേശിച്ച 2 കാര്യമാ. ഈ 23 ഡിഗ്രി ചൈവ് ഭൂമിക്ക് വരാൻ കാരണം എന്താണെന്നറിയാമോ? ചന്ദ്രൻ പിടിച്ചു വലിക്കുക. ചന്ദ്രനെ അഡ്ജസ്റ്റ്മെന്റ്, ചന്ദ്രന്റെ പരിപാടിയാണ് ഈ ഭൂമിയുടെ ചെരിവ്. അതുപോലെ കരയുടെ സന്തുലിതാവസ്ഥ വരാൻ ഈ ടൈപ്സ് വേലിയേറ്റം വേലിയിറക്കം ചന്ദ്രനാണ്. അതുണ്ടെങ്കിൽ കടലും കരയും തമ്മിലുള്ള ബാലൻസിങ് ശരിയാകത്തുള്ളൂ. വേലിയേറ്റം വേലിയിറക്കം ചന്ദ്രന്റെ വലയം വലിയ 23 ഡിഗ്രി ചെരുവ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയല്ല, സയൻസ് പറയുന്നത് നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. ഈ പരിപാടി ചന്ദ്രൻ ചെയ്തില്ല, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ കിടക്കുന്നതല്ല. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് തലകുത്തിയാവും. അത് വരാതിരിക്കാൻ ചന്ദ്രന് ആണ് ഭൂമിക്ക് ബാലൻസിങ് കൊടുത്തത്. ചന്ദ്രന് വൃദ്ധിക്ഷയം തുടങ്ങിക്കഴിഞ്ഞു. അടുത്തത് നക്ഷത്രങ്ങളിൽ ലക്ഷ്യം. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം. എത്ര കൃത്യമാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് സൃഷ്ടിച്ചവനാ പറഞ്ഞത്. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് വേണ്ടി അത് നോക്കിക്കേ. ഇത് സംഭവിക്കുമ്പോൾ അവൻ മേഘങ്ങളിൽ വരുന്ന അവർ കാണും. They will see. ആരാ? ലോകമല്ല, നിങ്ങളും ഞാനും കാത്തിരിക്കുന്ന ദൈവമക്കളെ കാണത്തുള്ളൂ. കരങ്ങളെ കുറിച്ച് സ്തുതിക്കാം. ലോകമക്കൾ ഇത് കണ്ടു പഠിക്കും. ഇത് കണ്ടു പഠിക്കുന്നവരെ പക്ഷേ ഉണ്ടല്ലോ, അവർക്ക് ഇത് അനുഭവിക്കാൻ ഒക്കുന്നതിന്റെ മഹത്വം. അതാണ് ഏറ്റവും ദുഃഖകരം. കണ്ടുപിടിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കിതിന് ഗൗരവം പറയുന്നത് നമ്മളുടെ ഇരിപ്പും നിപ്പും കിടപ്പും ക്രമീകരിച്ച് ഏത് സമയത്തും വാതിൽക്കൽ മുട്ടുന്ന പ്രിയന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഒരു ഭാഗത്ത് ലോകം അതിമനോഹരമാക്കുക. ഈ അതിമനോഹരമാകുന്ന ലോകമാകുമ്പോൾ ദൈവമക്കൾക്ക് ഒരു ധാര വരും. കർത്താവ് വരുവോ? ഇത്ര മനോഹരമായ ഈ ഭൂമി നശിക്കുവോ? ഈ സബ്വേയും എയർപോർട്ടും പ്ലെയിനും ഒക്കെ കാണുമ്പോൾ ചോദിക്കും, എടാ ഇതെല്ലാം കൂടെ പോകുമോ? ഈ പടുകുറ്റം കെട്ടിടം പോകുമെന്ന് പറയാനാ? ഇത് മുഴുവൻ എന്റെ ദൈവത്തിനുണ്ടല്ലോ കുഞ്ഞുങ്ങൾ വെച്ചിരിക്കുന്ന തീപ്പെട്ടി കൊണ്ടുള്ള വീട് പോലെ ഉള്ളൂ. വലന നിർത്തി മുഴുവൻ തട്ടിത്തറയും. നക്ഷത്രങ്ങളിൽ ലക്ഷ്യം. നമുക്കറിയാം 1993 ജൂൺ മാസം ഈ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. വൃതന്മാരുടെ നിമിത്തം അത് മാറിയത്. ഒരു ഭയങ്കര ആകാശപ്പാറ അസ്ട്രോയിഡ് ഈ ഭൂമിക്ക് നേരെ വന്നു. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് അതിലിട്ടിരിക്കുന്നത്. അവരോടുള്ള ആദരവായി
ശാസ്ത്രജ്ഞന്റെ പേരാണ് ഷൂമാക്കർ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ലേവി. ഇവരുടെ രണ്ടുപേരും കൂടെ പേര് ചേർത്താണ് ഷൂമാക്കർ ലേവി എന്ന് അമേരിക്കക്കാരന് പേരിട്ടത്. അത് ഈ ഭൂമിയെ ഇടിക്കാൻ വന്നു. ഈ ഭൂമിയെ ഇടിച്ചിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചു നിങ്ങൾ കേട്ടോണം. ഈ ഭൂമിയെ ഇടിക്കാൻ വന്നിട്ട് സൗരയൂഥത്തിലേക്ക് കയറി ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വന്നതിനെ നമ്മുടെ ദൈവം മരത്തോട് സ്റ്റിയറിംഗ് പിടിച്ചു പോടാ മാറി എന്ന് പറഞ്ഞു. വ്രതന്മാർ ഇത് നേരെ എവിടെ പോയെന്നറിയാമോ? പടുകൂറ്റൻ ജൂപ്പിറ്റർ വ്യാഴത്തിലേക്ക് പോയി. വ്യാഴത്തിലേക്ക് ചെന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ലോകം അവസാനിക്ക് വരെ നേരെ പറഞ്ഞതാണ് തിരിച്ചാൽ. വ്യാഴനിൽ ചെന്നപ്പോൾ വ്യാഴന്റെ ആകർഷണം ഈ പടുകൂറ്റൻ ഷൂമാക്കർ ലേവിയെ പിടിച്ചു വലിച്ച് 21 കഷണമാക്കി പൊളിച്ചു. വ്യാഴം വലിച്ചതാണ്. ഒരാളെ അടിക്കാൻ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ വ്യാഴൻ ഓട്ടോമാറ്റിക്കായിട്ട് വ്യാഴന്റെ ഭ്രമണം, വ്യാഴന്റെ മാഗ്നറ്റിക് പവർ കൊണ്ട് വലിച്ചു. ഈ ഷൂമാക്കർ ലേവി 21 കഷണമായി പൊടിഞ്ഞുപോയി. 20 കഷണം സ്പേസിൽ ചെതറിപ്പോയി. ഒരു ചെറിയ കഷണം വ്യാഴനിൽ ചെന്നിടിച്ചു. ഇന്നും ഹബിൾ ടെലസ്കോപ്പിൽ കൂടെ ആ ചെറിയ കഷണം ഇടിച്ച പൊത്ത് കാണാം. അതിന്റെ വലിപ്പം കേൾക്കണമോ? അതിനകത്ത് ഈ ഭൂമി കയറ്റി വെക്കാം. അപ്പൊ അത് ഇടിച്ചിരുന്നെങ്കിലോ? എങ്കിൽ 3 വർഷം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, അതേ സ്ഥലത്ത് നിന്നും വേറെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പേരിട്ടു F-47. വന്നുകൊണ്ടിരിക്കുക, ദൂരെ വന്നുകൊണ്ടിരിക്കുക. അതെ, ഈ ഭൂമിയുടെ ആകർഷണ പരിധിക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭൂമി പിടിച്ചു വലിക്കുമ്പോൾ അതും പൊട്ടിച്ചതും അത് ഈ ഭൂമി കിട്ടിടിക്കും. അതാണ് വെളിപ്പാട് 6:12 പറയുന്നത്. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ഉതിർത്തിട്ട് കായ് പതിക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. വായിക്കാം റെവലേഷൻ 6:12. വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമി. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്. F-47 ഇറങ്ങിക്കഴിഞ്ഞു. അതെപ്പോഴെന്ന് പറയാനൊക്കത്തില്ല. എങ്കിലും നമുക്കൊന്ന് കൽക്കൂട്ടാം. കർത്താവിന്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോഴാണ് ഈ സംഭവം. അവൻ ലക്ഷ്യമുണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് 3-4 വർഷമേ ആയുള്ളൂ. ലക്ഷ്യം, നക്ഷത്രത്തിന്റെ ലക്ഷ്യം. അടുത്തത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. നോക്കിക്കേ, ആകാശത്തിന്റെ ശക്തി ഇളകുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരെ പരിഹസിക്കുന്നതിൽ ആരെങ്കിലും പറയുക ഭൂമിയുടെ മേൽക്കൂരി ഇത് ഇളകുമെന്ന്. ദൈവം തമ്പുരാൻ അന്ത്യകാലത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പ്രത്യാശ വർദ്ധിപ്പിക്കാനും സത്യം അന്വേഷിക്കുന്നവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനും അല്ലാത്തവർക്ക് അന്ത്യന്യായ വിധിക്ക് ഒരു തെളിവായിട്ടും ഇതിന്ന് ശരിയായ രീതിയിൽ തെളിയിച്ചു കഴിഞ്ഞു. ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോയി. ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയുടെ പാസ്റ്ററോ പുരോഹിതനോ ഉപദേശിയോ പറഞ്ഞാൽ പറയും ഇത് പേടിപ്പിക്കുകയാണ്. അത് കർത്താവിനറിയാം. അതുകൊണ്ട് ശാസ്ത്രത്തെ കൊണ്ടാണ് തമ്പുരാൻ ഇത് തെളിയിച്ചത്. ദൈവം തമ്പുരാൻ തന്റെ കാര്യത്തിന് ആരെ ഉപയോഗിക്കും നിങ്ങൾക്കറിയാമല്ലോ. തമ്പുരാന്റെ മെസ്സേജിന് ആരെ ഉപയോഗിക്കും? കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചോ? കാക്കയെ കൊണ്ട് കേറ്ററിംഗ് നടത്തിച്ചോ? ഇല്ലേ? എന്തിനാ കാര്യം നടന്നത്? എങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ രാജ്യത്തിൽ ഇംഗ്ലണ്ടിൽ 1972 ജീവിച്ച ഡോക്ടറാണ് ഡോക്ടർ ജിം ലവ്ലോക്ക്. അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യാൻ ഒരു മൂഡില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഭാര്യ ചോദിച്ചു നിങ്ങളാണ് എങ്ങനെ ഇരിക്കുന്നത്? ഒരു മൂടുമില്ല. പുള്ളി പറയുന്നത് എനിക്ക് ട്രീറ്റ്മെന്റ് പഠിച്ചതൊക്കെ ശരി, പക്ഷെ എനിക്ക് മെഡിക്കൽ ലൈനോട് പോകില്ല, താല്പര്യം വരുന്നില്ല. ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ഉടനെ പറഞ്ഞു എന്റെ ഗ്രോസറിക്കാരുടെ ലാഭത്തിന്റെ പകുതി തരാം, യു പ്രൊസീഡ്. കാലാവസ്ഥയുടെ നിരീക്ഷണം അന്നൊരു ഇളകിയ രീതിയില്ല. നോക്കിക്കേ, ലോകത്തിൽ ഇന്ന് കാലാവസ്ഥ ഏറ്റവും നല്ലത് പറയുന്ന 2 രാജ്യമാണ്. ഒന്ന് അമേരിക്ക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസാച്യുസെറ്റ്. അവരുടെ ആ നിരീക്ഷണം സാറ്റലൈറ്റിൽ കൂടെ അവർ നോക്കും, GPS കൂടെ അവർ നോക്കും. ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റത്തിൽ പ്രത്യേക സിസ്റ്റമാണ് അവരുടെ. ഇന്ന പോയിന്റ് വരെ ഇത്ര മിനിറ്റ് ഇത്ര മഴയെ പെയ്യത്തുമെന്ന് പറയും. കാരണം ഇതുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റസിലെയും സീറസിലെയും ലിംബോ സ്ട്രാറ്റസിലെയും ജലഗണങ്ങളുടെ ക്വാണ്ടിറ്റിയും കാറ്റിന്റെ സ്പീഡും അളന്നിട്ട് അവർ കമ്പ്യൂട്ടറെ കാൽക്കുലേറ്റ് ചെയ്ത് പറയും. വെക്കൻട്രി മുതൽ ഇന്നടം വരെ മഴ ഇത്ര മണിക്ക് കറക്റ്റാ. നിങ്ങളുടെ പ്രഡിക്ഷൻ
അമേരിക്ക. രണ്ടാമത് ലോകത്തിൽ കാലാവസ്ഥ ഏറ്റവും നല്ലപോലെ പറയുന്ന ആരാന്നറിയാമോ? കേരളം. നമ്പർ 2 നമ്മളാ. നമ്മളെന്താ പറയും? മഴ പെയ്യാനും നിങ്ങൾക്കറിയാം. നിങ്ങളും പറഞ്ഞു ഇതുപോലെ ഈ രാജ്യത്തിൽ 972 വരെ മഞ്ഞ് പോകും ഒരു പിടിയുമില്ലായിരുന്നു. അതിനാണ് ഈ ഡോക്ടർ ജിം ലവ്ലോക്ക് തീരുമാനിച്ചതെന്ന് കണ്ടുപിടിക്കാൻ. നോക്കിക്ക് എല്ലാ ദൈവിക പരിപാടി നിങ്ങൾ നോക്കിയുണ്ട്. അന്ത്യകാലത്തെ അദ്ദേഹം ഭാര്യ കൊടുത്ത പണം കൊണ്ട് ഒരു മിഷൻ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് ഇലക്ട്രോ ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. കണ്ടുപിടിച്ചു ഇലക്ട്രോ ക്യാപ്ചർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. അതുകൊണ്ട് ഒരു കൊച്ചു കപ്പൽ വാടകയ്ക്ക് എടുത്തത് ഇംഗ്ലീഷ് ചാനൽ വഴി തെക്കോട്ടും വടക്കോട്ടും കുറച്ചധികം പോയിട്ട് നെഞ്ചത്ത് കൈയടിച്ചു. വിളിച്ചു പറഞ്ഞു ഈ രാജ്യം തീരാൻ പോകും, ലോകം തീരാൻ പോവുക. വായുവിന്റെ ഘടന ഇളക്കാൻ പോയത് അദ്ദേഹം. നമ്മൾ ശ്വസിക്കുന്ന വായു ഓക്സിജൻ, നമ്മൾ പറയും മെഡിക്കൽ സ്റ്റാഫ് പറയും ഓക്സിജൻ, അതിനകത്ത് 7 മിക്സറാണ്. 79 നൈട്രജനാണ്, 20% ഓക്സിജനാ, 79 നൈട്രജൻ ഉള്ളതുകൊണ്ട് ആകാശം നീലച്ചിരിക്കുന്നല്ലേ, ചുമന്നിരുന്നേനെ. നമ്മുടെ കണ്ണിന് ഏറ്റവും വെച്ച് സ്ഥിരം കാണാൻ നല്ല ബ്ലൂ കളറായിട്ട് തമ്പുരാന്റെ കൃപ കണ്ടോ? ദേ കണ്ടോ? ചൊവ്വയിലെ ചന്ദ്രൻ കടും ചുവപ്പാ. അങ്ങോട്ട് നോക്കിയാൽ കണ്ണു പോകും. 79 നൈട്രജൻ, 20 ഓക്സിജൻ, അങ്ങനെ 99. ബാക്കി 1% 5 മാരകമായ ഗ്യാസാണ്. കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൻ, നിയോൺ, ഹീലിയം. 7 എണ്ണമാണ് തമ്മിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗോൺ, മിഥൈൻ, നിയോൺ, ഹീലിയം. ഇതൊക്കെ വളരെ മാരകമായിട്ടുള്ളതാണ്. പക്ഷെ തമ്പുരാൻ ചെയ്തിരിക്കുന്നത് 0001. എന്തിനാ? അതെ 0002. എന്തിനാണെന്നറിയാമോ? അത് ആ അളവിൽ വന്നാൽ നമ്മുടെ ബോഡിക്ക് ഡിഫെൻഡിങ് പവർ കിട്ടും. അതിനാ വിലയിലൊക്കെ അതിമാരകം. അത് 7 മിനിറ്റ് ചോർന്നപ്പോഴാണ് ഭോപ്പാലിൽ 10,000 പേര് മരിച്ചത്. അതുകൊണ്ട് ഈ ശ്വാസം ഏറിനകത്ത് അത് വളരെ കുറവാണ്. എന്നാൽ 7 എണ്ണം ഉണ്ട്. ഇദ്ദേഹം നോക്കിയപ്പോണ്ടല്ലോ 8ാം നൃത്തം കയറിയിട്ടുണ്ട്. അന്നുണ്ട് 3000 ടൺ. 8ാമനൊരുവൻ കയറി കിടക്കുന്നത് അത് അദ്ദേഹം തീർന്നു. ഫ്രീയോൺ, ക്ലോറോഫ്ലൂറോ ഗ്യാസ്, ലോകത്തിലെ വ്യവസായ വിപ്ലവത്തിന്റെ ബാക്കി. ഇന്നത് അനേക കോടി കിലോയായി കയറ്റിവിട്ടതാ. ഇതങ്ങോട്ട് ചെന്നു, അദ്ദേഹം കണ്ടുപിടിച്ചതാ. അത് കഴിയുമ്പോ അദ്ദേഹം വിളിച്ചു കൂവിച്ച് ലോകം തീരാൻ പോകുന്നു, ആകാശം തീർന്നെന്ന്. നോക്കിക്കേ, ആകാശത്തിന്റെ ശക്തി ഇളകി. ഇതേ ഈ ഫ്രീയോൺ ആകാശത്തിന്റെ 2ാമത്തെ തട്ടിച്ചെല്ലുമ്പോൾ അത് O3, ഓക്സിജൻ 3, ഭൂമിയുടെ കൊട. ഈ ഫ്രീയോൺ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചൂടടിക്കുമ്പോൾ അത് പിളരും. ഫ്രീയോണിനകത്തിരിക്കുന്നത് ക്ലോറിനാണ്. ക്ലോറിൻ വെളിയിൽ വരും. ക്ലോറിന്റെ ഒരു മോളിക്കൂൾ ആകാശത്തിന്റെ 2ാമത്തെ തട്ടിലെ 1000 മോളിക്കൂൾ തിന്നുന്നു. 1000 മോളിക്കൂൾ അത് തീർക്കുന്നു. ഒരു മോളിക്കൂൾ ഇനി ഒരു 150 വർഷം തിന്നാനുള്ള കയറി കിടപ്പുണ്ട്. അതാണ് ഇതൊക്കെ. കഴിഞ്ഞ വർഷം 1.5 കോടി കിലോമീറ്റർ ഇത് കീറിപ്പോയത്, തിന്നു തീർത്തത്. ആകാശത്തിന്റെ 2ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ 1.5 കോടി കിലോമീറ്റർ കത്തി തിന്നു തീർത്തു. അതാണ് ഈ പറയുന്നത് ഓസോൺ ഗിരി. സംഭവം ഇതാ. നമ്മുടെ രക്ഷകൻ 2000 വർഷം മുമ്പ് പറഞ്ഞു ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോയി. കൃത്യമാണോ? ഇത് വല്ല കള്ളമാണോ? ആർക്കും നിഷേധിക്കാൻ ഒക്കുമോ? അടുത്തത് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ലൂക്കോസ് 21:25. ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം ഇതുപോലെ അപകടം. ദൈവം തമ്പുരാൻ ഈ ഭൂമിയെ ക്രമീകരിച്ചിരിക്കുന്നത് 51 കോഴ്സ് ആണ്. 51 കോടി ചതുരശ്ര കിലോമീറ്റർ ആ ഭൂമി മൊത്തം. അതിൽ 36 കോഴ്സ് 36,000 ചതുരശ്ര കിലോമീറ്റർ വെള്ളം. 15 കോടിയേ ഉള്ളൂ ഡ്രൈലാൻഡ്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. 3-ൽ 1 കര, 3-ൽ 2 വെള്ളം. ഇത്ര കൃത്യമാ. വെള്ളങ്ങളല്ല ഒരു വശത്ത് കൂടട്ടെ എന്ന് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് പറഞ്ഞെങ്കിൽ അത് ദൈവത്തിന്റെ പരിപാടിയാണ്. വെള്ളങ്ങൾ ഇത്ര കൃത്യമായിട്ട് കൂടി. ആ കടലിനെ കുറിച്ച് ഭീതിജനകമായ സംഭവങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞു. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. നമ്മൾ ഈ കാണുന്ന കടൽ ശാസ്ത്രദൃഷ്ടിയാൽ നോക്കിയാൽ 3 ഭാഗമാണ്. തിരയടിക്കുന്ന ഈ കടൽ നമ്മൾ നോക്കുമ്പോൾ അടിച്ചു തീർന്നു. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ആഴമുണ്ട്.
ഇത് 3 ഭാഗമാണ്. മുകളിൽ നിന്നും 300 മീറ്റർ മാത്രമേ സൂര്യപ്രകാശം ചെല്ലത്തുള്ളൂ. അതിന്റെ പേരാണ് എപ്പിലിമിയോൺ. സൂര്യപ്രകാശം വരും, ഇവിടെ സൂര്യന്റെ ആക്ഷൻ ഉണ്ട്. അതിനടിയിൽ ഒരു ഭാഗമുണ്ട്, രണ്ടാമത്തെ ഭാഗം. അത് വെള്ളവുമല്ല പാടയുമല്ലാത്തൊരു ഭാഗം, വേറൊരു സാന്ദ്രതയാണത്, വേറൊരു ഡെൻസിറ്റിയാണ് ഈ രണ്ടാം ഭാഗം. അതിന്റെ പേര് പൈക്ലോക്ലൈൻ. അതിനടിയുള്ളത് മുഴുവനാണ് ഡീപ് ബ്ലൂ സീ, ഹൈപ്പോലിമിയോൺ. എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇങ്ങനെയാ കർത്താവ് ചെയ്യുന്നത്. 3 ഭാഗം. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിനാ ഈ 3 ഭാഗങ്ങൾ ഇങ്ങനെ വന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ കടലിനടിയിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്, വൾക്കാനോസ്, സജീവം. ലോകത്തിൽ മൊത്തം 380 വൾക്കാനോസ് ഉണ്ട്, ലൈവ്. അതിലൊരു നല്ലൊരു അംശം വെള്ളത്തിനുണ്ട്, കടലില്ല. ഇവിടുന്ന് 60 കിലോമീറ്റർ മണ്ണിൽ നിന്ന് താഴോട്ട് പോയാൽ അഗ്നിപർവ്വതമുണ്ട്. എന്നാൽ കടലിലുണ്ടല്ലോ 5 കിലോമീറ്റർ പോയാൽ മതി, 5 കിലോമീറ്റർ പോയാൽ മതി. കത്തിക്കൊണ്ടിരിക്കുക 6000 ഡിഗ്രി ചൂടിൽ. അതിനകത്ത് കത്തുന്നതിന്റെ പേരാണ് മാഗ്മ. കരയിൽ അഗ്നിപർവ്വതം കൂട്ടിയ ലാവ. കടലിൽ വരുന്ന ലാവയല്ല, മാഗ്മ. വ്യത്യാസമുണ്ട്. ഇതേ എന്തിനീ അഗ്നിപർവ്വതം ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന അറിയാവോ? അതൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ തമ്പുരാന്റെ പെരുന്നാളിന് വെടികെട്ടുണ്ട്. അതിനാ അറിയാവില്ല, പള്ളിയിലൊക്കെ പെരുന്നാൾ കഴിയുമ്പോൾ ഒരു വെടികെട്ടും നിലാത്തിരിയും ഒരു വെടികെട്ടുണ്ട്. എന്താണെന്നറിയാവോ? വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞ് തമ്പുരാൻ ഒരു വെടികെട്ട് നടത്തും. ഈ 215 അഗ്നിപർവ്വതം ഒന്നിച്ചങ്ങോട്ട് പൊട്ടും. പൊട്ടുമ്പോൾ ഈ മാഗ്മയെല്ലാം കൂടെ വന്നിട്ട് എല്ലാ മൂലകളും ഡിവൈഡ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ 2ആയി കത്തും. അതാ വെടികെട്ട പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകാൻ. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ ആൻഡ്രോഡ്രീമ വന്ന് ഇടിക്കുകയും കൂടെ ചെയ്യും. 40,000 കോടി നക്ഷത്രം. അതിനെ ഇത് ഇടിക്കാതിരിക്കാൻ ദൈവം ഇന്ന് സൂക്ഷിച്ചതിന്റെ എങ്ങനെയാണെന്നറിയാമോ? ഈ കടൽ ഇങ്ങനെ 3 ഭാഗമാക്കി വെച്ചത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. കടലിന്റെ അടിയിലത്തെ പ്രഷർ കരയുടേനേക്കാൾ 700 മടങ്ങാണ് പ്രഷർ. ഒരു സാധാരണ മനുഷ്യൻ ഈ ശരീരത്തിൽ അവിടെ പോയാൽ 2 മിനിറ്റ് മതി, നമ്മുടെ ബോഡി, നമ്മുടെ സ്കള് പൗഡർ ആവും. 700 മടങ്ങാണ് അവിടുത്തെ പ്രഷർ. അത് ആ പ്രഷർ നമ്മളെ വിനാഗിരിയൊക്കെ കോർക്കിട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെ ദൈവം ഈ കടലിന്റെ പ്രഷർ വെച്ച് 700 മടങ്ങ് പ്രഷറിലാണ് അത് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്നാൽ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം എന്ന വചനം നിവർത്തിക്കാൻ 23 ഡിഗ്രി ചൂട് കടലിൽ കിട്ടുമ്പോൾ നീരാവി ഉണ്ടാകാൻ തുടങ്ങും. 27, 28 കഴിയുമ്പോഴത്തേക്കും നീരാവി ശക്തം. 35-40 ഡിഗ്രി ആയാൽ കടലിന്റെ ഈ 3 ഭാഗം മാറും. എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇത് 3ഉം കൂടെ മിക്സപ്പ് ആവും. മേളിൽ സൂര്യപ്രകാശം ചെല്ലുന്നത് സൂര്യന്റെ ചൂടങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ കടല് ചൂടാവും. ചൂടാകുമ്പോൾ പൈക്ലോക്ലൈൻ ലൂസാവും. 2ആം ഭാഗം ഉടനെ അടിത്തത് ലൂസാകുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ അടിയിൽ കിടക്കുന്ന വൾക്കാനോ വെളിയിൽ വരും. അതാണ് സംഭവിച്ചത്. തെക്കൻ അമേരിക്കയിൽ ഇക്വഡോറിൽ 2002 ഒരു അഗ്നിപർവ്വതം പൊട്ടി 6000 ഡിഗ്രിയിൽ മാഗ്മാവെളിയിൽ വന്നു. അതിന് പറയും എൽ നീനോ ഓട്ടം. ശാസ്ത്രം പറഞ്ഞതാ, മനുഷ്യനത്ര ഗൗരവമാക്കിയില്ല. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോട് കയറി അറ്റ്ലാന്റിക് സമുദ്രം ഒരു തരത്തിൽ പിടിച്ചിട്ട് കിഴക്കോട്ട് കൊടുത്തു. ഫുട്ബോൾ പാസ് ചെയ്യുന്ന പോലെ ഇന്ത്യൻ സമുദ്രത്തിന് കിട്ടി. ഇന്ത്യൻ സമുദ്രം കൊണ്ടു നടന്നു. സഹിക്കാൻ മേല. നമുക്കറിയാം ഡിസംബർ 24, 2004 കൊണ്ട് വൊമിറ്റ് ചെയ്തു. 3 ലക്ഷം എണ്ണം പോയി. ഒറ്റ സുനാമി. ഇനിയും വരും. ഈ ചൂട് കൂടിയാൽ സുനാമി ഉണ്ട്. അടിയിൽ പർവ്വതം പൊട്ടും. കണ്ടുപിടിച്ചു കഴിഞ്ഞു. എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇത് 3ഉം മാറി. പലയിടത്തും മിക്സപ്പ് ആകുന്നു. ചൂട് കൂടുന്നിടത്ത്. ഇവിടെയല്ല, ചൂട് കൂടുന്നിടത്ത്. കർത്താവ് പറഞ്ഞില്ലേ, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂലോകത്തിലെ ജാതികൾക്ക് നിരാശയോടെ പരിഭ്രമം. എത്ര കറക്റ്റാ ഫോട്ടോ എടുക്കുന്നത്. സൂര്യനിൽ ലക്ഷ്യം, ചന്ദ്രനിൽ ലക്ഷ്യം, നക്ഷത്രത്തിൽ ലക്ഷ്യം, ആകാശത്തിൽ ലക്ഷ്യം, കടലിൽ ലക്ഷ്യം. ഇനി കടലിനടിയിൽ ലൂക്കോസ് 21:11 പറയുന്നു, ഭൂകമ്പം അവിടെ ഉണ്ടാകും. പഴയ കാലത്ത് ഭൂകമ്പം ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം. ചൈന, തെക്കൻ അമേരിക്ക, ജപ്പാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഭൂകമ്പം. ഇന്നോ ഈ കഴിഞ്ഞ 60 വർഷത്തെ കണക്കെടുത്താൽ കാണാം, ഭൂകമ്പം 100% വർദ്ധിച്ചു. എന്താണ് ഈ ഭൂകമ്പം? ഭൂമി കുലുക്കം. ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നു 7 കോണ്ടിനെന്റ്. ഭൂമി 7 ഭൂഖണ്ഡം.
ഓരോ ഭൂഖണ്ഡത്തിന്റെ അടിയിൽ തമ്പുരാൻ അടിസ്ഥാനമിട്ടിട്ടുണ്ട് പ്ലേറ്റ്. അതിന് പറയുന്ന പേർത്ത എർത്ത് പ്ലേറ്റ്, മലയാളം ഭൗമവാളി. ഏറ്റവും വലിയ വാളി ഏഷ്യൻ പ്ലേറ്റാണ്. ഒരു പ്ലേറ്റ്, ഒരു കൊച്ചു പ്ലേറ്റ് മുട്ടും. അതിന്റെ പേരാണ് ഫോൾട്ട്, കവല, FAULT. ഒരു എർത്ത് പ്ലേറ്റ്, ഒരു വലിയ ലോങ് പ്ലേറ്റ്, ഷോർട്ട് പ്ലേറ്റ് മുട്ടും. ഇങ്ങനെ മുട്ടി നിൽക്കും. അങ്ങനെ അതിന്റെ പേരാണ് ഫോൾട്ട്, കവല. അതിന്റെ മേളിലാണ് ഒരു ഭൂഖണ്ഡം. ഇത് തെന്നി മാറുന്നതിന്റെ പേരാണ് ടെക്ടോണിക് എർത്ത്ക്വേക്ക്. ശാസ്ത്രം കണ്ടുപിടിച്ചു ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോവുക ഏഷ്യയിൽ. അതിശക്ത അതിന്റെ ലക്ഷണം സുനാമി ഉണ്ടായ വർഷം സംഭവിച്ചു. 530 കോടി വർഷം മുമ്പ് ഒരു ഭൂകമ്പം ഉണ്ടായതായി ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സയൻസ് കണ്ടുപിടിച്ചതാ. ഇന്ത്യക്കും ഏഷ്യക്കും ഇടയ്ക്ക് ഒരു കടലുണ്ടായിരുന്നു. കടലിന് അവരിട്ടിരിക്കുന്ന പേര് ടിറ്റീസ്. 530 വർഷം മുമ്പ് ഏഷ്യൻ പ്ലേറ്റ് ഓടി വന്ന് ടിബറ്റൻ പ്ലേറ്റിൽ ഇടിച്ചു. ആ ഇന്ത്യയിൽ ഈ കടല് പൊങ്ങിപ്പോയി. 8 കിലോമീറ്റർ പൊങ്ങിപ്പോയി. ഒരു മുഴ, കടലും പൊങ്ങിയ മുഴയാ. അത് തണുത്തതിന്റെ പേരാ ഹിമാലയം. അന്നത്തെ ടിറ്റീസ് എന്ന കടല് തണുത്തതാ. സുനാമി ഉണ്ടായ വർഷം ഏഷ്യൻ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റ് അത് വിട്ടുപോയി. ഏഷ്യ, പ്രധാനമായി ഇന്ത്യ ഇരിക്കുന്നത് സ്ലിപ്പ് ചെയ്ത പ്ലേറ്റിന്റെ മേളിലാണ്. നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജിയോളജിസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. പലപ്പോഴും അവിടെ ആളുകളെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഇപ്പോൾ റിക്ടർ സ്കെയിലിൽ 4 ആണെങ്കിൽ കുഴപ്പമില്ല, 5 അടിച്ചാൽ അപകടമാണ്. 1 നില കെട്ടിടം താഴെ വരും. 6 അടിച്ചാൽ 2 നില താഴെ വരും. 7 അടിച്ചാൽ ബഹുനിലകൾ താഴെ വരും. 8 അടിച്ചാൽ ഈ പാളങ്ങളും പാലങ്ങളും കാണത്തില്ല. എങ്കിൽ അവർ പറയുന്നു 24 മണിക്കൂറിനകം കേരളത്തിൽ 6 അടിക്കാം, തമിഴ്നാട്ടിൽ 6. കണക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ബോംബെ, കൽക്കട്ട 6.5, ഇന്ത്യൻ തലസ്ഥാനം 8, ഷിലോങ് 8.5, കാശ്മീർ ശ്രീനഗർ 9, ജബൽപൂർ 7.5. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സാധ്യത കണ്ടുപിടിച്ചു. നമ്മുടെ പ്രിയൻ പറഞ്ഞില്ലേ, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും. ഇനിയും ഏറ്റവും വലിയൊരു ഭൂകമ്പം ഉണ്ടാവും. സയൻസ് കണ്ടുപിടിച്ചു. വർഷം അവർക്കറിയാമല്ല, തിരുവചനത്തിലുണ്ട്. ദൈവമക്കളെ, സയൻസ് കണ്ടുപിടിച്ച് മുന്നറിയിപ്പ് പറഞ്ഞു. ഹിമാലയം ഉടഞ്ഞു താഴെ വീഴും. ലോകത്തിന്റെ മേൽക്കൂരി എന്ന് പറയുന്ന ഹിമാലയം ഉടഞ്ഞു താഴെ വീഴും. കാരണം അടിയിലത്തെ പ്ലേറ്റ് വിട്ടു നിൽക്കുക. ഇനി അധികം നാളില്ല. എപ്പോൾ സംഭവിക്കുന്നു സയൻസ് അറിയാമല്ല, നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ ദൈവമക്കൾ എടുക്കപ്പെട്ട ശേഷം 6 വർഷവും 9 മാസം കഴിയുമ്പോൾ അത് സംഭവിക്കും. വായിക്കാം വെളിപ്പാട് 16:17. വെളിപ്പാട് 16:17. യെസ്. അപ്പോൾ സംഭവിച്ചു തീരുന്നു എന്ന മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയൊരു ഭൂകമ്പം. 530 കോടി വർഷം മുമ്പ് എങ്ങനെ ഏഷ്യൻ പ്ലേറ്റ് ഇടിച്ച് ടിബറ്റൻ പ്ലേറ്റ് ഇടിച്ചോ അതേ ശക്തി ഒരു ഭൂകമ്പം ഉണ്ടാകും. യെറുസലേം 3 കഷണമാവും. മഹാനഗരം 3 അംശം. ബൈബിൾ പഠിപ്പിക്കുന്നു സഭയെടുക്കപ്പെട്ട ശേഷം 6 വർഷവും 9 മാസവും കഴിയുമ്പോൾ, കാരണം അടുത്ത 7 വർഷം കഴിഞ്ഞ് ഹർമഗദോൻ യുദ്ധം നമ്മൾ ചിന്തിക്കാൻ പോവുക. സ്തോത്രം. ഈ വലിയ ഭൂകമ്പത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഹിമാലയം താഴെ വീഴും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തി. സയൻസ് അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു വിഷയത്തിൽ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ ധാരാളം. ഒരു രാത്രി ഇവിടെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാ. എങ്കിലും നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കയറിയിട്ട് നാളെ സബ്ജക്ട് ഒന്ന് മാറ്റാം. അതുകൊണ്ടാ എത്ര വർഷമാ മഹോപദ്രവം? എത്ര? 7 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഹർമഗദോൻ യുദ്ധം. നമ്മളിവിടെ സംഭവിച്ചു ചിന്തിച്ചതാ. മേലിൽ സംഭവിക്കാനുള്ള 10 കാര്യം. 1 റാപ്ചർ, 2 എതിർ ക്രിസ്തുവിന്റെ വെളിപ്പെടൽ, ഭൂമിയിൽ മഹോപദ്രവം, 3 ഹർമഗദോൻ യുദ്ധം, മശിയായും സാത്താന്യ ശക്തികളും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം. അതാണ് ഹർമഗദോൻ യുദ്ധം. നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാ. അപ്പോൾ സഭയെടുക്കപ്പെട്ട ശേഷം 7 വർഷം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന ആ യുദ്ധത്തിന് ഇസ്രായേൽ കഴിഞ്ഞ വർഷം തയ്യാറായി. 2008 ഓൾറെഡി വനിത നിർത്തി. ഇറാൻ ആറ്റമുണ്ടാക്കുന്നു.
അതിനുള്ള പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാം. ടെൻഷൻ. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക, ബ്രിട്ടനും ഉണ്ട് അതിന്റെ കൂടെ. അതാണ് രാജ്യം എന്ന് തകർന്നു നിൽക്കുകയാണ്. കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. കാരണം ഇറാൻ ആറ്റം ഉണ്ടാക്കുന്നു. അവർ പറയുന്നില്ലെന്ന്, എനിവേ അവർ നിർമ്മിക്കുന്നു. എങ്കിൽ എല്ലാവർക്കും അറിയാം, അവർ ആറ്റം ഉണ്ടാക്കിയാൽ അവരുടെ കയ്യിൽ ഒരു മിസൈൽ ഉണ്ട്, അതിന്റെ പേര് ഷഹാബ് 3. അതവർ നിഷേധിക്കുന്നില്ല. ഒരെണ്ണമുണ്ട്, അതവരുടെ കാഹർ ഡെസേർട്ടിനടുത്താണ്. അപ്പോൾ ഇറാൻ ഒരാറ്റം ആയുധം ഉണ്ടാക്കിയാൽ ഈ മിസൈലിൽ വെച്ച് വിട്ടാൽ എവിടെ ചെല്ലും? ചിന്തിക്കുന്നവർ പറയും ഇവിടെ ബ്രിട്ടനി വരത്തില്ല, ഇന്ത്യ ചെല്ലത്തില്ല, ജോർദാനി പോകത്തില്ല, അമേരിക്ക പോകത്തില്ല. എവിടെ ചെല്ലും? ഇസ്രായേൽ. പോയിന്റ് അവർ കണ്ടുപിടിച്ചു. ഈ രാജ്യങ്ങൾ തമ്മിൽ മിസൈൽ അടിച്ച പലയിടത്തും മരുഭൂമിയിലും ഒന്നും കൊണ്ടിടുകയില്ല. ഇന്ത്യയിൽ ഇരിപ്പുണ്ട് അഗ്നി. അവൻ അങ്ങോട്ട് ചെന്നാൽ എവിടെ ചെല്ലുമെന്ന് അറിയാമോ? ചെല്ലുന്നിടത്ത് ചെല്ലുകയല്ല, ചൈനയുടെ ബെയ്ജിങ്ങിൽ ചെന്ന് കുമ്പൂത്തും, പൊട്ടിത്തെറിപ്പിക്കും. അതുപോലെ പാകിസ്ഥാൻ അയച്ചാൽ അത് എവിടെ ചെന്ന് വീഴുമെന്ന് അറിയാമോ? മുംബൈയിൽ വരും. നമ്മുടെ സമ്പദ്ഘടനയും ജനത്തെ തകർക്കാൻ. അതൊക്കെ ലക്ഷ്യം. എങ്കിൽ ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാരും യുദ്ധ നിരീക്ഷകരും പറയുന്നു, ഇവരിത് ഉണ്ടാക്കിയാൽ, മിസൈൽ അടിച്ചാൽ ആദ്യത്തെ മിസൈൽ ടെല്ലവീവിൽ വന്ന് വീഴും. ഇസ്രായേലിന്റെ തുറമുഖ നഗരം, മണി മേക്കിംഗ് ഹാർബർ, വ്യവസായ നഗരമാണ് ടെല്ലവീവ്. മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ്. അവിടെ വന്നാൽ അവരുടെ കാൽക്കുലേഷൻ 35,000 പേർ റേഡിയേഷനിൽ കിടക്കും. ആദ്യത്തെ മിസൈലിൽ തന്നെ 35,000 പേർ അവരെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ ഓടാനൊക്കോ? പരിഹാരം വേണ്ടേ? അതിന് ഇസ്രായേലി ഗവൺമെന്റ് ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിഹാരം ഉണ്ടാക്കേ. അവർ പരിഹാരം ഉണ്ടാക്കി. ഇടയ്ക്ക് ഞാനൊരു സദ്വർത്തമാനം പറയാം. ഏതെങ്കിലും ഒരു രാജ്യം അവന്റെ തത്രപ്പാടിൽ ചെറിയൊരു ആറ്റം പൊട്ടിക്കുന്നതല്ലാതെ ഒരു ഇറാനും ഒരു അമേരിക്കയും ഒരു ഇന്ത്യയും വ്യാപകമായ ഒരു ആറ്റമാക്രമണ യുവിയിൽ ഉണ്ടാക്കത്തില്ല. എന്തുകൊണ്ട്? ഞാനും നിങ്ങളും. 24-22 ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. That day shall be shortened because of the electric one. ശ്രദ്ധിച്ചോണം. ആറ്റം ഉണ്ടാക്കുന്നത് 9 രാജ്യങ്ങളിലാണ്. അത് നിർമ്മിക്കുന്ന ഇടയ്ക്കത് പറയാൻ പോകുക. നമ്മുടെ ദൈവമക്കളെ എടുക്കുന്നു. ആ മാന്യത നോക്കിക്കണം. നമ്മൾ അഭിമാനിക്കാം. ആറ്റം ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാര് തന്നെ പറയുന്നു, ഞങ്ങൾ ചെയ്ത പരീക്ഷണം മതി പണ്ടേ ഈ 625 കോടി ജനത്തിൽ മിക്കവാറും പോകണം. പണ്ടേ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറണം. കാരണം അത് ചെയ്ത പരിപാടി അതാ. ആറ്റം പരീക്ഷണത്തിന്റെ സിസ്റ്റം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. ആറ്റം നിർമ്മിക്കുന്നത് വളരെ രഹസ്യമായി എവിടെയെങ്കിലും. അത് ഇടുകയല്ല, അതിന്റെ എക്സ്പെരിമെന്റ് പരീക്ഷണം നടത്തുന്നത് മരുഭൂമിയിൽ. അതിന്റെ നശീകരണ ശേഷി എത്രയാണെന്ന് നോക്കുന്ന മരുഭൂമി. ഇന്ത്യ നടത്തുന്ന പരീക്ഷണം നടത്തുന്നത് നമ്മുടെ രാജസ്ഥാൻ സമീപത്തുള്ള ടാർ മരുഭൂമി. പാകിസ്ഥാൻ നടത്തുന്നതും കാരൻ മരുഭൂമി, ബലൂചിസ്ഥാൻ അടുത്ത്. കിഴക്കൻ രാജ്യങ്ങൾ ചൈനയും ജപ്പാനും റഷ്യയും നടത്തുന്ന ബോംബി മരുഭൂമി വിശാലമാണ്. അതിന്റെ അതിരുകൾ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കാണ്. ഇസ്രായേൽ നടത്തുന്നത് സീനായി മരുഭൂമി. ഇത് രാജാമാർ അമേരിക്ക. അവര് നടത്തുന്നത് അവരുടെ വടക്കൊരു വലിയ മരുഭൂമിയുണ്ട്, നെവാദ. അവിടെയാ മരുഭൂമി. ആ വിധം നിങ്ങളൊന്ന് കേട്ടോളാം. അവരതാ പറയുന്നത്, ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനവും പണ്ടേ പോകേണ്ടതാ. ആറ്റം ഉണ്ടാക്കി മരുഭൂമിയിൽ കൊണ്ടുവച്ചാണ് പൊട്ടിക്കുന്നത്. ദൂരെ നിന്ന് റിമോട്ട് ഇട്ട് അടിച്ച് പൊട്ടിക്കുക. ഇതിന്റെ പവർ അറിയാൻ. പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭൂമിയുടെ ചൂട് 40 ഡിഗ്രിയാ. പക്ഷെ എപ്പം വരും? എത്രാവുന്നറിയാം? ഒരു ബോംബ് പൊട്ടുമ്പം 1000 ഡിഗ്രിക്ക് മേളിൽ ചൂട് വരും. ഹൈഡ്രജൻ കത്തി ഡോയ്ത്തീരിയമാണ്. അതായി ബോംബ്. ഹൈഡ്രജൻ അങ്ങോട്ട് വിഘടിക്കുക ആറ്റമായി കഴിയുമ്പോൾ ഡോയ്ത്തീരിയമാകുമ്പോൾ എന്തെല്ലാം ചുറ്റിലുമുണ്ട് അത് മുഴുവൻ കത്തിപ്പോകും. അതാണ് ആറ്റം. ഒരാറ്റം ഇടുമ്പോൾ 1000 ഡിഗ്രിക്ക് മേളിൽ ചൂട് വരുമ്പോൾ കേട്ടുകൊള്ളുക, മണൽ ഉരുകി ബലൂണാകും. മണ്ണ് റോട്ടിൽ വണ്ടി പോകുമ്പോൾ പൊടി പൊങ്ങുന്നത് പോലെ ഒരാറ്റം പൊട്ടിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മണൽത്തരി ബലൂണായി മേലോട്ട് പോകും. അതിന്റെ പേരാണ് റാഡോൺ. കൊടും വിഷം. ഹൈലി പോയിസണസ് ആണ്. വിഷമാ, ആറ്റമാ റാഡോൺ. ഇത് മേളിച്ചില്ല.
ഇങ്ങനെ പൊങ്ങുന്ന പോലെ മണല ചൂട് കൊണ്ട് ഉരുകി ബലൂണായി മേലോട്ട് പോയി. മേടിച്ചെന്ന് കഴിയുമ്പോൾ അന്തരീക്ഷത്തിലെ തണുപ്പ് കൊണ്ട് ഈ ബലൂൺ പൊട്ടും, തിരിച്ചു മണലെ വീഴും. മണലെ വീഴുമ്പോൾ അവശേഷിക്കുന്ന മണലല്ല, മണൽ സിലിക്കനാണ്. ഇതിനെ ഹൈഡ്രേറ്റ് ഓക്സൈഡ് ആക്ഷനായി ആ മണൽ ഈ റാഡോൺ പൊട്ടി വരുന്നതും കൂടെ ചേരുമ്പോൾ വെള്ളമാകും. കുടിവെള്ളമല്ല, ആറ്റം വെള്ളം, ആറ്റം ബോംബിനേക്കാൾ അപകടം. ആ വെള്ളം മരുഭൂമിയിൽ താഴുന്നു. ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നു, where this gas gone? ഒരു കണക്കുണ്ട്. എനിക്ക് ഇംഗ്ലണ്ടിലെ വെച്ച് പറയാറിയാം, ഇന്ത്യയിലെ വെച്ച് പറയാം. കേരളത്തിലെ കോട്ടയത്ത് ഒരു കാക്ക ഇന്ന് വൈകിട്ട് ചിറകിട്ടടിച്ചാൽ അതിന്റെ ശബ്ദമല്ല, തരംഗം 8-ാം ദിവസം കാലിഫോർണിയയിൽ ചെല്ലും. അതിന് പറയുന്ന പേര്, സയന്റിഫിക് ടെക്നോളജിയുടെ പേരാണ് ബട്ടർഫ്ലൈ എഫക്ട്. ആലപ്പുഴയിൽ ഒരാൾ ഇംഗ്ലണ്ട് വിളിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ചെന്നൈയിൽ അതിന്റെ തരംഗം ചെല്ലും. കേരളത്തിൽ ഹലേലിയ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം മുംബൈയിൽ തരംഗം ചെല്ലും. അതാണ് ബട്ടർഫ്ലൈ എഫക്ട്. ഈ ശബ്ദം എങ്ങും നിൽക്കുന്നില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, തരംഗം എങ്ങും പോകുന്നില്ല, എവിടെയോ ചെന്ന് നിൽക്കുക. അതാണല്ലോ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ കർത്താവായ യേശുവിന്റെയും ജൂലിയസ് സീസറിന്റെ ഒക്കെ ശബ്ദം പിടിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവരെ കൊണ്ട് പറ്റിയല്ല, കർത്താവ് കൂടി അന്തിരാഗി പിടിക്കും, ഗുണം പിടിക്കാത്തവന്റെ മുഴുവൻ ശബ്ദത്തോട് കേൾപ്പിക്കും. അന്നേരം അത് കളി. നമുക്ക് അന്തിരാഗിയെ കുറിച്ച് ചിന്തിക്കാൻ ഇത് സമയമില്ല. 6 ന്യായാസനമുണ്ട് കർത്താവിന്റെ. അങ്ങനെയാണെങ്കിൽ അത് സിസ്റ്റമാണ്. മണ്ണിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ കുറച്ച് ദിവസം മാത്രമേ മണ്ണിന് ഈ വെള്ളം പിടിച്ചു വെക്കാനൊക്കത്തുള്ളൂ. ഈ വെള്ളം തിരിച്ചു വന്നിരിക്കണം. അതിന്റെ പേരാ സ്ട്രീം. ഇവിടെ ഒരു കുടം വെള്ളം ഒഴിച്ചാൽ 7 വർഷത്തിനകം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് വന്നിരിക്കും. കുറച്ച് ദിവസമേ മണലെ നിൽക്കത്തുള്ള, ചൂടായിട്ടൊന്നും പോകത്തില്ല, തിരിച്ചു വരും. സയൻസ് ചോദിക്കുന്നു, ഈ ആറ്റം വെള്ളം എവിടെ പോയി? 996-ലോ 94-ലോ നമ്മൾ തുടങ്ങി. അമേരിക്ക 940 പരീക്ഷണം പൊട്ടിക്കാൻ തുടങ്ങി. വർഷം 65ആയി. ഈ രാജ്യങ്ങൾ പൊട്ടിച്ചപ്പോൾ മരുഭൂമിയിലുണ്ടായ ആറ്റം വാട്ടർ എവിടെ പോയി? ഇതുവരെ ഒരു കുളത്തിലോ കിണറ്റിലോ വന്നില്ല. അവർ അതിശയിക്കുന്നത് എവിടെ പോയി? അവർക്കറിയാമല്ലോ, നമുക്കറിയാം. നമ്മുടെ തമ്പുരാനടി മട കിട്ടി. ഈ വെള്ളം ഇതിനോടകം ലോകമെമ്പാടും വന്ന് ഇന്ത്യയിലും ചൈനയിലും അമേരിക്കയിലും അല്ലെങ്കിൽ കേരളത്തിലോ ആലപ്പുഴയിലോ കൊച്ചിയിലോ കോട്ടയത്തോ ഇവിടെയോ കിണറ്റിലും കുളത്തിലും വന്ന് ഞാനും നിങ്ങളും കുടിച്ച് റേഡിയേഷനേറ്റ് ദൈവമക്കളെല്ലാം മരിച്ചു പോയാൽ പിന്നെ ആരെ ചേർക്കാനാ എന്റെ പ്രിയം വരുന്നത്? കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ സൂക്ഷിക്കും. പൊട്ടും, ആ മട തെറിയും, തെറിക്കും. വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-10 കർത്താവിന്റെ ഒരേ ഒരു ജനം 4 വർഷം കഴിയുമ്പോൾ ഒരൊറ്റ അടിയടിക്കും. ഇവൻ അങ്ങോട്ട് പൊട്ടും. വേഗം വായിച്ചേ വെളിപ്പാട്. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. ബൈബിൾ പഠിപ്പിക്കുന്നു ദൂതനൂതിയാണ്. സയൻസ് പറയുന്നു 4 പൊട്ടിത്തെറി വരാൻ പോവുക. ഇവിടെ പേര് അവർ ഇട്ട് കഴിഞ്ഞു. കോമ്പോസിറ്റ് എക്സ്പ്ലോഷൻ, സ്ട്രോങ് വോളിയം എക്സ്പ്ലോഷൻ, പ്ലീനിയം എക്സ്പ്ലോഷൻ, പാലയം എക്സ്പ്ലോഷൻ. ഇത് പാലയം എക്സ്പ്ലോഷനാ. അടിയിലത്തെ വെള്ളം വെളിയിൽ വരുമെന്ന്. അപ്പോൾ കർത്താവിന്റെ ദൈവമക്കൾ എടുക്കപ്പെട്ട് 3.5 വർഷത്തിന് 4 വർഷത്തിനും ഇടയ്ക്ക് എന്റെ കർത്താവ് മട പൊട്ടിക്കും. ഇന്ന് നമ്മളോടുള്ള നീതിയാണ്. നമ്മൾ നിമിത്തം രക്ഷിക്കപ്പെട്ട വൃതന്മാർ നിമിത്തം ഈ ലോകത്തിലെ നിരീശ്വരന്മാരും ദൈവമില്ലാതെ കളിയാക്കുന്നവരും ആവാസന്മാരും സകല മനുഷ്യരും ഈ ആറ്റം വെള്ളം കുടിക്കാത്തതിന് കാരണം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അതാണ് നമ്മുടെ ഭൂമിയുടെ വെളിച്ചം. എങ്കിലും ഇസ്രായേലിന് എന്ന ഈ തലവേദന അത് പറയാനാ. ഇസ്രായേലിലെ ഗവൺമെന്റ് അവരോട് പറഞ്ഞു, ഇവർ ഇറാൻ അടിച്ചാൽ നമ്മൾ അടിക്കത്തില്ല, പരിണാമ കർത്താവിന് വേറെവരെങ്കിലും അവർക്കതറിയാമല്ലോ. ഇതിന് പരിഹാരം നിങ്ങൾ കണ്ടുപിടി. 2008 അവർ കണ്ടുപിടിച്ചു. റേഡിയേഷൻ ഏൽക്കാത്ത ഒറ്റ വസ്തുവുള്ളൂ നിങ്ങൾക്കറിയാം, സിങ്ക്. റേഡിയേഷൻ ഇല്ല, വേറെ എല്ലാത്തിനകത്തും റേഡിയേഷൻ കയറും. സിങ്ക് മെഡിക്കൽ സ്റ്റാഫ് ഉപയോഗിക്കുന്നു, റേഡിയോളജി ഉപയോഗിക്കുന്ന സാധനമാണല്ലോ സിങ്ക്. അവർ ചെയ്ത പരിപാടി കേൾക്കണമോ? ഇസ്രായേൽ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇസ്രായേലിലെ പട്ടാളക്കാരെ തെരഞ്ഞെടുത്ത് സിങ്കി കൊണ്ട് അവർക്ക് മാസ്ക് ധരിച്ച്, സിങ്കി കൊണ്ട് ഏപ്രിൽ ധരിപ്പിച്ച്, സിങ്കി കൊണ്ട് ഗ്ലൗസ് ഇടിയിച്ച്, സിങ്കി കൊണ്ട് കോരിയ ഉണ്ടാക്കി ഒരു ഭാഗത്ത് നിന്നിട്ട് ധാരാളം ഡെഡ് ബോഡി കളക്ട് ചെയ്ത് അവരുടെ പരീക്ഷണശാലയിൽ ആർട്ടിഫിഷ്യലായിട്ട് അതിനകത്ത് റേഡിയേഷൻ കയറ്റി അത് റോഡിലിട്ടിട്ട്
അതിവരെ കൊണ്ട് കോരി മാറ്റിക്കുക. ശ്രദ്ധിച്ചോണം, 2008 ചെയ്തതാണ്. ഡെഡ് ബോഡിക്കകത്ത് ആർട്ടിഫിഷ്യലായിട്ട് റേഡിയേഷൻ കയറ്റി, എന്നിട്ട് പട്ടാളക്കാർക്ക് ഈ വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ കൊണ്ട് കോരി മാറ്റിച്ച്. എന്തിനാ അവർ ചെയ്യുന്നത്? ഇറാന്റെ മിസൈൽ വന്നാൽ കളക്ട് ചെയ്യാൻ അല്ലേ? എന്നാൽ അവിടെ നിൽക്കട്ടെ, അതിനല്ല സംഭവം. കേട്ടു, ദൈവസഭ എടുക്കപ്പെട്ടു. ഇനി നമ്മൾ തിരിഞ്ഞു വരണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചിന്തിച്ചു നമുക്ക് എന്തെല്ലാം കിട്ടും, നമ്മൾ ചിന്തിച്ചല്ലേ? പ്രതിഫലം, കിരീടം അല്ലേ? നമുക്ക് പിന്നെ 5 വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും കർത്താവിന്റെ വരവിൽ. ഒന്ന്, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, നമുക്ക് തേജസ്സിന്റെ ശരീരം കിട്ടും. അപ്പം ഇവിടുന്ന് പോകുന്ന പ്രൈസ് ദി ലോർഡ് സാമ്പാർസല്ല അങ്ങോട്ട് ചെല്ലുന്നു. ഇവിടുന്ന് പോകുന്ന വ്യക്തിയല്ല, ഇവിടുന്ന് പോകുന്ന ഫ്രണ്ട്സ് അല്ല, ഇവിടുന്ന് പോകുന്ന നിങ്ങളാരുമല്ല. നമ്മുടെ ശരീരം ടോട്ടൽ മാറും. ശ്രദ്ധിച്ചോണം, ഒരു കാര്യം പറയാനാ, ഈ ശരീരവും കിട്ടാൻ പോകുന്ന ശരീരമായിട്ട് ഒരു കമ്പാരിസവും ഇല്ല. ഇത് ഈ ബോഡി സ്ട്രക്ചർ ഓൺലി ഫോർ ദിസ് എർത്ത്. ഇത് സ്വർഗത്തിൽ പറ്റത്തില്ല. സ്വർഗത്തിൽ ഈ ഭൂമിയുടെ മേളിൽ പോലും പോകാനൊക്കത്തില്ല ഈ ബോഡിയും കൊണ്ട്. അതിനാ സ്പേസ് സൂട്ട് ഇടുന്നത് ചന്ദ്രനിൽ പോകാൻ. നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ ശരീരം തത്തുല്യമാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താരിരിക്കുന്നവരെ കാണുവാൻ അവനോട് സദൃശ്യമാണ്. അത് കണ്ടിട്ട് ആ പത്രോസ് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നില്ല, കൂടുതൽ വേണേ പ്രമോദയെ കൈനോത്തോട്ട് കയറി ഇരുന്നോളാൻ. അതുപോലൊരു ശരീരം കിട്ടാനുള്ളവരെ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തെ ശ്രദ്ധിച്ചേ. ഒന്നാമത്തത് തേജസ്സിന്റെ ശരീരം. 2 പറഞ്ഞു കിരീടങ്ങൾ കിട്ടും, പ്രതിഫലത്തിന്. 3 എല്ലാവർക്കും കിട്ടും. എന്തോ കിരീടം? സ്വർണ്ണ കിരീടം. കൂടാതെ തേജസ്സിന്റെ കിരീടം, പാടാത്ത കിരീടം, പ്രശംസാ കിരീടം, ഇതെല്ലാം കിട്ടി. ജീവന്റെ കിരീടം. 3 കാര്യം. 4മത്തതാണ് ഏറ്റവും വിശേഷം, നമ്മുടെ പേര് മാറ്റും. ഈ പേര് അവിടെ വിളിക്കത്തില്ല. ഇതിവിടെ നമ്മുടെ പിതാവും മാതാവൊക്കെ ഓമനത്തിലിട്ട പേരെന്നല്ലാതെ അതിനകത്തിലെ കഴമ്പൊന്നുമില്ല. ഇപ്പം പിന്നെ പേരുകൊണ്ട് ആണാണോ പെണ്ണാണോ കണ്ടാ പോലും അറിയാൻ പറ്റാത്ത കാര്യം. ഈ പേര് ടോട്ടൽ മാറ്റും കർത്താവേ. ഇത് ഈ ഭൂമിയിലേക്കുള്ള പ്രസക്തി. നമുക്ക് വേറെ പേര് കിട്ടും. സംശയമല്ലേ? പേര് കിട്ടും. വായിക്കാം. വെളിപ്പാട് 2:17 വായിച്ച പേര് കിട്ടുമോ നോക്കിക്കേ. വെളിപ്പാട് 2:17. അടുത്തത്, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും പുതിയ പേര്, ന്യൂ നെയിം. നമ്മളൊന്ന് അതൊന്ന് ഭാവനെ കണ്ട് സന്തോഷിക്കണം. കുഞ്ഞുങ്ങളെ നമ്മളത് അങ്ങനെ നമ്മളെ വിളിക്കത്തില്ലേ, മോനെ, കുട്ടപ്പ, ചക്കരെ, എന്നാ ഓമന പെരല്ലേ, കുഴച്ചില് കാണിക്കാൻ പറയും കുത്തക്കെട്ടവനെ. അതാക്കിയെന്നല്ലേ. അപ്പൊ നമുക്ക് പുതിയ പേര് തരാൻ പോകുന്നത് നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഒരു പുതിയ പേര് വിളിക്കും. മനസ്സിലായി? കർത്താവ് അച്ചാമ്മയെന്നൊന്നും വിളിക്കത്തില്ല, കുഞ്ഞമ്മയെന്ന് വിളിക്കത്തില്ല. മറിയെ പോലും അമ്മയെന്ന് വിളിച്ചില്ല, പിന്നെ ആണോ അച്ചാമ്മയെ വിളിക്കുന്നത്? മറിയെ അമ്മയെന്ന് വിളിക്കാൻ സ്ത്രീയെന്ന് വിളിച്ചത് ബഹുമാനമില്ലായല്ല, സാത്താൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. അമ്മയെന്ന് വിളിച്ചാലൊരു കാര്യം, അമ്മയാണോ മോനാണോ വലുത്? അല്ല, അമ്മയാ. അപ്പൊ യേശുവിന്റെ ദൈവത്വത്തെ പിശാച് ചോദ്യം ചെയ്യും. ഇതിനറിയാം. അതിനാ സ്ത്രീയെന്ന് വിളിച്ചല്ല, ബഹുമാനമില്ലായിട്ടല്ല. അമ്മയെ പോലെ സ്ത്രീയെന്ന് വിളിച്ച പിന്നെ വിളിക്കൂ, അമ്മയെ വിളിക്കത്തില്ല, കൊച്ച ഒരച്ചായാന്നും വിളിക്കത്തില്ല, പേര് മാറ്റും. ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് തക്കവണ്ണം, ആത്മീയ ധാരയ്ക്ക് തക്കവണ്ണം നമുക്കൊരു പുതിയ പേര്. 5 പുതിയ വസ്ത്രം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചു ഇല്ലേ? വെളിപ്പാട് 19:7, വെളിപ്പാട് 19:12. സ്വർഗത്തിലെ സൈന്യം വിശേഷ വസ്ത്രം ധരിച്ച് അവന്റെ കൂടെ വന്നു. 5 വ്യത്യാസം. ശരീരം മാറും, പൊൻകിരീടം, പ്രവർത്തിക്ക് തക്കമുള്ള കിരീടം, പിന്നെന്തുവാ, പേര് മാറും. അടുത്തത് വസ്ത്രം മാറും. പ്രകാശം ധരിക്കുന്നത് പോലെ, ഈ വസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രകാശം ധരിക്കും. പേര് മാറ്റും. അതിന്റെ അടയാളമാ സാറായിയെ സാറായാക്കിയത്, അബ്രഹാമിനെ അബ്രഹാമാക്കിയത്, യാക്കോബിനെ ഇസ്രായേലാക്കിയത്. നമ്മുടെ പേര് മാറ്റുന്നതിന്റെ അടയാളമാണ്. പേര് മാറും. സ്തോത്രം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തമ്മിൽ കാണും അല്ലേ? അതൊക്കെ നമുക്കറിയാം. അതെന്റെ മോന അല്ലെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ചായ ഇടുന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചോണം. ഭൂമിയിൽ എന്തോ പരിപാടി?
ഭൂമിയിൽ എന്തോ നടക്കുന്നേ? ആരാ ഭരിക്കുന്നേ? ഇവനൊരു പരിപാടി പറയും, ഇസ്രായേൽ മക്കളോർക്ക് ഇവനാ രക്ഷകൻ. നല്ല പുള്ളി. 3.5 വർഷം കഴിയുമ്പോൾ അവനെ പറയും നെറ്റിയിലും കയ്യിലും ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അടിയടാ നെറ്റിയിൽ പാട് 66 ചേർത്തടി. നമ്മളെ വിശദമായിട്ട് ചിന്തിച്ചതാ. റിഫ്ലക്റ്റീവ് ടെക്നോളജി എല്ലായിടത്തും. അവൻ തന്നെ ഇസ്രായേൽ തന്നെയാണ് ഗതികേട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവൻ കണ്ടുപിടിച്ച ടെക്നോളജി റിഫ്ലക്റ്റീവ് ടെക്നോളജി. ഇവന്റെ രൂപം പ്രത്യക്ഷപ്പെടും, സംസാരിക്കും, നമസ്കരിക്കേ. ശ്രദ്ധിച്ചുകൊള്ളേ, വിഷയം കറക്കി വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇസ്രായേൽ ചെറുക്കും. ഇത് ചതിവാണല്ലോ. അതാ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗം നിർത്തും. ദാനിയേൽ 9:27 അവൻ കയറി പറയും, യാഗം എനിക്ക് കഴിയും, എന്റെ മുദ്രയേൽക്കെ ഞാൻ ദൈവം. സ്വർഗത്തിൽ ദൈവത്തെ പോലെ ആകാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതിവിടെ നോക്കുക. അന്നേരമാണ് ഇസ്രായേലിന് മനസ്സിലാകും 2 ശക്തമായ കൽപ്പനയുണ്ട് അവർക്ക്. ഒന്ന്, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്, നമസ്കരിക്കരുത്. 2 ഇസ്രായേലിനുള്ള കൽപ്പന, അദ്ദേഹത്ത് വാടേൽപ്പിക്കരുത്. തമ്പുരാൻ തന്ന വാടൊക്കെ മതി, എക്സ്ട്രാ വേണ്ടത്. ഇവൻ എതിർക്കും. അപ്പോഴാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞ 2 സാക്ഷികൾ വരും. മോശയും അല്ലെങ്കിൽ ഹാനോക്ക്. 2 പേര് വരും. അവര് പറയും, കള്ളനാ, ഇവൻ വ്യാജന, ഇവനെ നമസ്കരിക്കരുത്, ഇവൻ വ്യാജന. നിങ്ങൾ ഇസ്രായേൽ അബ്രഹാമിന്റെ സന്തതികളാ, ചെറുക്കണം. അവരെ അപകടപ്പെടുത്താൻ നോക്കും. പണി നടക്കത്തില്ല. ആകാശത്ത് നിന്ന് തീ ഇറക്കും. അവര് വെള്ളം രക്തമാണ്. 2 പരിപാടിയും കൂടി ചെയ്യും. വിറയ്ക്കാൻ തുടങ്ങും ആളുകൾ, ഇല്ലേ? അവരെ കൂടി ശുശ്രൂഷയും കൊണ്ട് തുടങ്ങും. അപ്പോൾ ഒരു കാര്യം നടക്കും, ഒരുപാട് പേര് ചെതറിപ്പോവും, പേടിച്ച് കൊല്ലാൻ തുടങ്ങും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ കാണാം, യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കൾ. ആദ്യം സാത്താൻ നമ്മുടെ പുള്ളിയാന്ന് പറഞ്ഞ് തുടങ്ങും. അവന്റെ പ്രതിമയെ നമസ്കരിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ, എന്നാലും മനസ്സിലാകത്തുള്ളൂ. പല കാര്യങ്ങൾ ഒന്നിച്ച് പറയുക. ഇവര് ചെറുക്കുമ്പോൾ ഇവരെ സോവിയറ്റ് റഷ്യ കണ്ണു കാണിക്കും, കയറി പിടികട. അതായത് എഗസ്കേൽ 38-ലെ യുദ്ധം. ഡെഡ് സീ പിടിച്ചോളാൻ പറയും. ഡെഡ് സീയില് 200 ലിറ്റർ വെള്ളമുണ്ട്. ഒരു ഫാമിലിക്ക് 2 വർഷം ജീവിക്കാം. സോവിയറ്റ് റഷ്യക്കാരെ കണ്ടുപിടിച്ചു. ഈ ശാസ്ത്രത്തിൽ മിടുക്കനാവനാ, പക്ഷെ വരതിരിഞ്ഞു പോയെന്നേ. ആരാ ആദ്യം സ്പേസിൽ പോയത്? ആരാ? യൂറി ഗാഗറിൻ. അവനാ പോയത്. അത് കഴിഞ്ഞ് അമേരിക്ക പോയത്. ആദ്യം ഒരു ലേക്ക് പട്ടിയെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് യൂറി ഗാഗറിൻ നിന്നു. പുള്ളി അവിടെ എല്ലാം ചെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ, അയ്യോ, പത്രപ്രതികളെ വട്ടം കൂടിയെന്ന് അറിയാൻ ആരാ ഇതിനൊന്നും പോയിട്ടില്ല. മഞ്ഞമ്മ ശൂന്യാകാശത്തിൽ പോയി അങ്ങ് പോയിച്ചു വന്നിരിക്കുകയാണ്. ഒരു അതിശയം. അമേരിക്ക പോലും സ്തംഭിച്ചു പോയി. ഇതെന്നെ പരിപാടിയാണ്. പക്ഷേ ദൈവനിഷേധം പറഞ്ഞു. ഇവരെന്നാ പറഞ്ഞതെന്നറിയാവോ? അവര് പറഞ്ഞത്, ഞങ്ങൾ ആകാശത്തിൽ കൂടെ എല്ലാം പോയിട്ട് ദൈവത്തെ കണ്ടില്ല. അതോടെ തമ്പുരാൻ നീ പോകണ്ടെന്ന് പറഞ്ഞു. അതോടെ നിർത്തി. ഇന്ന് വരെ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് പറയട്ടെ, തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മ്ലേച്ഛതകളും ഉള്ള അമേരിക്കയാണെങ്കിലും അവൻ അവിടെ ചെന്നിട്ട് 8-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. സ്തോത്രം. 8-ാമത്തെ സങ്കീർത്തനം അവൻ വായിച്ച് അവിടെ പറ്റിച്ചു വെച്ചു. ദൈവത്തിന്റെ നീതിയോടെ നോക്കിക്കോണം. സോവിയറ്റ് റഷ്യക്ക് അറിയാം, ചെങ്കടലിലെ വെള്ളം കിട്ടിയാൽ, ചാവുകടലിലെ വെള്ളം കിട്ടിയാൽ 200 ലിറ്ററിന്റെ ഒരു കുടുംബം കഴിയും. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സോവിയറ്റ് റഷ്യ കണ്ണു കാണിക്ക്, കയറി പിടിയടാ. അതാ എഗസ്കേൽ 38-ലെ യുദ്ധം. ആ സമയത്തെ ഒരുപാട് ഇസ്രായേലൈറ്റ്സ് മുദ്ര ഏൽക്കാത്തവർ രക്തസാക്ഷികളാണ്. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ വരും. ഒരു കൂട്ടരെ കർത്താവ് നമ്മളെ എടുത്തതുപോലെ എടുക്കും, പ്രത്യേക ഉദ്ദേശത്തിൽ. അതാണ് വെളിപ്പാട് 12-ൽ കാണുന്ന ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുത്തു. 144,000 പേരെ വേറെ മുദ്രയിട്ട് മാറ്റും. ഒരു കൂട്ടര് റെഫ്യൂജികളായി, അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബഹുഭൂരിപക്ഷം അഭയാർത്ഥികളായി മരുഭൂമിയിലേക്ക് പോകും. വായിക്കാം വെളിപ്പാട് 12-14. വെളിപ്പാട് 12-ന്റെ മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് മരുഭൂമി എവിടെ നമുക്ക് ചിന്തിക്കാം. കഴുകന്റെ ചിറക് കിട്ടി. ഈ ആന്റി ക്രൈസ്റ്റ് തകർത്ത് നശിപ്പിക്കുമ്പോൾ ഇവർ ഓടിപ്പോകും. അന്നേരമാണ് സോവിയറ്റ് റഷ്യക്കാരെ പിടിച്ചോണ്ടിരിക്കും. എഗസ്കേൽ 38-ന്റെ യുദ്ധം തുടങ്ങും. 3-ാം ലോകമഹായുദ്ധം. അത് തീരും ഉള്ളിൽ. ഇസ്രായേൽ അഭയാർത്ഥികളായി പോകും. പേടിച്ച്, ജീവനെ പേടിച്ചോടിപ്പോകും. പോയി ഇവനിങ്ങനെ അടച്ചു ഭരിക്കും.
ബാക്കി അവശേഷിക്കുന്ന ഇസ്രായേലിനെ മോശയും ഏലിയായും അവർ തൊട്ടുപോകരുത്, നമസ്കരിക്കരുത്, അവർക്ക് എടുക്കാനൊക്കത്തില്ല. എന്നാൽ വെളിപ്പാട് 11:7 പറയുന്നുണ്ട്, അവരുടെ പ്രവചനം തീരുമ്പോൾ അവനെ വെടിവെച്ചു കൊല്ലും. ഒന്ന് വായിച്ചേ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു. ബൈബിളിന്റെ ആധികാരികതയോടെ നിങ്ങൾ നോക്കിക്കോണം. AD 96 എഴുതിയതാ. അടുത്തത്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആന്റിക്രൈസ്റ്റിന്റെ ആളുകളെ എങ്ങനെയോ വെടിവെച്ച് കൊല്ലും. രണ്ടും വഴി കിടക്കും, ശവം അടക്കത്തില്ല. വായിച്ചു നോക്കിക്കേ. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം. നമുക്കറിയാം, പണ്ട് എഴുതിയാൽ ഇത് മനസ്സിലാകത്തില്ല. 950 പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ഈ ശവം എങ്ങനെ ലോകം മുഴുവൻ കാണുന്നത് എന്ന് നമുക്കറിയാം. അറിയാമല്ലോ, വീഡിയോ ക്യാമറ വഴി അങ്ങോട്ട് പകർത്തി ആന്റിക്രൈസ്റ്റ് പറയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാണിയത് വലിയ പുള്ളികളാണെന്ന് പറഞ്ഞ് വന്നവന്മാരാ എനിക്കെതിരായി ആകാശത്ത് നിന്ന് തീ ഇറക്കി വെള്ളം രക്തമാക്കി വന്നവനല്ലേ രണ്ടിനെ ഞാൻ വെടിവെച്ച് കൊന്നിട്ടിരിക്കുന്നത് കണ്ടോ, എന്നോട് കളിക്കുന്നവർക്ക് ഇതാ ഗതി. 2 ശവം റോഡിൽ കിടക്കും, മൂക്കിൽ ഈച്ചയും പിടിച്ച് രക്തവും മാറുന്ന 2 എണ്ണം കിടക്കുന്നത് മുഴുവൻ കേബിൾ TV വഴി ലോകത്തെ കാണുമ്പോൾ അടുത്ത വാക്യം വായിക്കാം കേട്ടോ. ലോകത്ത് സന്തോഷിക്കും, ഗുണം പിടിക്കാതെ കിടക്കുന്നതല്ല, നല്ലതല്ല അങ്ങ് പോയി. ഇവിടെ കിടക്കുന്ന തിരികടയാ, റിജക്റ്റഡ് ആയി കിടക്കുന്ന ലോകത്തിൽ കിടക്കുന്നത് അവർക്ക് സന്തോഷം. അടുത്തൊന്ന് വായിച്ചേ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കും. സന്തോഷിക്കാൻ ഡാൻസ് ചെയ്യും, നൈറ്റ് ക്ലബ് അങ്ങോട്ട് തുറന്ന് ഡാൻസ് ചെയ്യും. ടിവിയിൽ ഇതും കണ്ടോട് ഓടണം, കേബിൾ TV വഴി ഇതും കണ്ടോണ്ട് ഡാൻസ് ചെയ്ത് അടുത്ത പരിപാടി നോക്കിക്കണം. 750 ml കുപ്പി കൊടുത്തുവിടും, അടിച്ചോടാ. ഇവനന്ന് പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിക്കും. ആരാ? ആന്റിക്രൈസ്റ്റ്. സന്തോഷിച്ചു, എനിക്കെതിരായി വന്നവനെ തട്ടി ഇന്നൊരു ദിവസം അവധി എടുത്തോളാം പറയും. അടിച്ച് 750 ml കുപ്പി അടിച്ച് ഡാൻസ് ചെയ്തോണ്ടിരിക്കും. ഈ കേബിൾ TV എടുത്ത് കണ്ടോണ്ടിരിക്കും. അപ്പൊ വേറൊരു സംഭവം ഉണ്ടാവും. വായിച്ചോ അടുത്ത വാക്യം. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ഇത് അടക്കത്തിൽ അവിടെ ഇടും, ഈച്ച പിടിച്ച് കിടക്കുക. അടുത്ത കേട്ടണം. ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലുണ്ടി നിന്ന് അതും കാണുന്നവർ മേലോട്ട് വരി കയറിപ്പോയി. ഈ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നവൻ കാണും, കേബിൾ TV കാണും, കിടന്ന ജലം കണ്ട് നേരെ വന്നു മേലോട്ട് കയറി. അപ്പോൾ ആന്റിക്രൈസ്റ്റിന് കിട്ടാൻ പോകുന്ന ആദ്യത്തെ ഷോക്ക് അതാ. ഇവൻ ദൈവമാണെന്നാ പറഞ്ഞത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാകും ഇവനല്ല ദൈവം, ഇവനേക്കാൾ പൗരമുണ്ട്. അവൻ ഇടപെടും. ഇനി നോക്കിക്കണം, കൃത്യം 7 വർഷമാകും. അതാണ് നമ്മുടെ വിഷയം. ടൈം ഫിനിഷ്ഡ്. അടുത്തത് ഹല്ലേലൂയ, സന്തോഷമുള്ള കാര്യമാണ്. വായിക്കാം. വെളിപ്പാട് 19:11 വായിക്കാം. വെളിപ്പാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അടുത്തത്, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അടുത്തത്, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത്, അവൻ രക്തം തളിച്ച ഉടുപ്പ്. ആരാണെന്നറിയാമല്ലോ, മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി കാലുവഴി രക്തം ഒഴിക്കുന്നതിന് അടയാളമായി രക്തം തളിച്ച ഉടുപ്പ്. അടുത്ത വാക്യം നോക്കിക്കേ. ദൈവവചനം എന്ന് പേർ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ജഡമായി. നമ്മുടെ പ്രിയ ഇങ്ങോട്ട് വരിക. 7 വർഷം കഴിഞ്ഞു. ഒറ്റക്കല്ല, അടുത്തൊന്ന് വായിച്ച അത് പറയാനാ ഞാൻ നേരത്തെ 5 കാര്യം പറഞ്ഞത്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ ഞാനും നിങ്ങളും ഇങ്ങോട്ട് ഇറങ്ങി വരും. പോയ പ്രിൻസ് അല്ല, പോയ ഡോക്ടർ യോഗനല്ല, പോയ സുജിത്തല്ല, പോയ വെற்றிയല്ല, പോയ FCY അല്ല. ഇങ്ങോട്ട് വരുന്നത് ആരാന്നറിയാമോ? തേജസ്സോടെ വരും. സെക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. സെക്കറിയ 14:3. അടുത്തവേ, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ ആണോ? അടുത്ത വാക്യം. കർത്താവ് എവിടുന്ന സ്വർഗാരോഹണം ചെയ്തത്? എന്തോ ദൂതന്മാര് പറഞ്ഞത്, ഗലീല പുരുഷന്മാര്, നിങ്ങൾ കണ്ട ആകാശത്തിലേക്ക് പോയ യേശുവിനെ പോയതുപോലെ വരും. എവിടുന്ന് പോയോ അവിടെ വരും. ഒലിവുമല 2ആയിട്ട് കീറും. 1996 ഫ്രാൻസിലെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് റിസർച്ച് ബിസിനസ്സുകാരെ ഒലിവുമലയുടെ കിഴക്കുവശം വിലക്ക് മേടിച്ചു. ടൂറിസം ഡെവലപ്മെന്റ് ഇസ്രായേൽ കൊടുത്തു. ബഹുനില റിസർച്ച് പണിയാൻ ടൂറിസ്റ്റ് എല്ലാം അവിടെ ചെല്ലുന്നത്, മലയിൽ താമസിപ്പിക്കാൻ മേടിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കി. ഒടുവില്
സർവേ ചെയ്തപ്പോൾ ജിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു അഡ്വാൻസ് ചെയ്ത പണം മേടിച്ച് തലം വിട്ടു, ഇതേത് സമയത്ത് കീറിപ്പോകും, ഇതിനകത്തെ അസ്ട്രോസ്ഫിയർ മുഴക്കം കേൾക്കാം. പുറംപാളിയുടെ പേര് ലിത്തോസ്ഫിയർ, അതിന്റെ അടിയത്തെ പേര് അസ്ട്രോസ്ഫിയർ. ഇതിനിടയിൽ ഭയങ്കര ഇരമ്പൽ കേൾക്കുന്നു. 13 വർഷം മുമ്പ് പറഞ്ഞാൽ ഓർത്തോണം, ഏത് സമയത്ത് ഇത് പിളരാം എന്ന് 96 അവർ പറഞ്ഞെങ്കിൽ 2600 വർഷം മുമ്പേ സക്കറിയാവ് പറഞ്ഞു 2 പിളരും, ഒരു വലിയ സമനില ഉണ്ടാകും. അവിടെ വരും കർത്താവും ദൂതന്മാരും നമ്മളും. ഇതാണ് നമ്മുടെ സബ്ജക്ട്. സാത്താൻ അറിയായി വന്നത് ആരാണ്? അവനറിയാം അവന്റെ തീരാൻ പോവുക, പറയത്തില്ല. അവനറിയാം, അവനൊരു പരിപാടി പറയും. അതാ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ലോകത്തിലെ മുഴുവൻ ഗവൺമെന്റിനെ TV വഴി കാണിച്ചിട്ട് പറയും ഏതോ ഗ്രഹത്തിൽ നിന്നും തിളങ്ങുന്ന ജീവികൾ വന്നിരിക്കുന്നു. നമ്മളാ പോയ പുള്ളികളല്ല. ഈ കേരളത്തിലോട്ട് വന്ന കൊമരോത്ത് വരണം. സോവിയറ്റ് റഷ്യ സൈബീരിയ തണുപ്പടിക്കുമ്പം അവിടുന്ന് എരണ്ട പറന്ന് വരും. അതിരിക്കുന്ന കാണണം, നല്ല തുള്ളി തുള്ളിയായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തെ കർത്താവ് നമ്മളിങ്ങനെ ഇരിക്കാതെ കണ്ടതായിട്ടല്ല, തേജസ്സോടെ. ഇവൻ പറയും ഏതോ ഗ്രഹത്തിൽ നിന്നും പ്രത്യേക ജീവികൾ വന്നിട്ടുണ്ട്, ഏതോ ഒരു വലിയ കൂറ്റൻ സാധനം അവിടെ നടുവിലുമുണ്ട്, ഇതിനെ തകർത്തില്ലെങ്കിൽ ഈ ഭൂമി നക്കി തുടയ്ക്കും, ലോകരാജ്യങ്ങൾ മുഴുവൻ വേഗം വരണം. അതാ ഹർമഗദോൻ യുദ്ധം. ഇന്ന് നിങ്ങൾ യെരുസലേമിൽ ചെന്നാൽ ഒരു കാഴ്ചയുണ്ട്. യെരുസലേമിന്റെ കിഴക്ക് വശം കണ്ണായ സ്ഥലം, സിറ്റിക്ക് നേരെ കിഴക്ക് വശം 1500 ഏക്കർ സ്ഥലം പ്ലെയിൻ ലാൻഡാക്കി മുള്ളുകമ്പി അടിച്ചിട്ടിരിക്കുന്നു. ഒരു ചെടി വെച്ച് പിടിപ്പിക്കാൻ അനുവദിക്കത്തില്ല, ഒരു കന്നുകാലിയെ കയറ്റത്തില്ല, ഒരു വീട് വെക്കത്തില്ല. 100 ഗാർഡ്സ് അവിടെ കറങ്ങുന്നുണ്ട്. ഏത് പ്ലെയിന് ഇറങ്ങാം? ആ ഗാർഡ്സിനോട് ചോദിച്ചാൽ അത് പറഞ്ഞേക്കണം, എന്തിനാ നിങ്ങൾ ഈ കണ്ണായ സ്ഥലം ഇട്ടിരിക്കുന്നത്? 1500 ഏക്കർ കിടപ്പുണ്ട് പ്ലെയിൻ ലാൻഡ്. ആ ഗാഡ്സ് പറയുന്നത് കേൾക്കണോ? എത്ര ത്രില്ലാന്നറിയാവോ? ഞങ്ങളുടെ മശിഹ ഇവിടെ ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞങ്ങളുടെ റബിമാർക്ക് വെളിപ്പെട്ടു, അതുകൊണ്ട് ഗവൺമെന്റ് ഇത് മാറ്റിയിട്ടിരിക്കുകയാണ്. സത്യമാ. ചരിത്രത്തിൽ പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളെ വിജാതികൾ എതിർത്തപ്പോൾ തമ്പുരാൻ ഇടിവെട്ടിച്ചും കലമഴ വീഴ്ചും തകർത്ത ഷാരോൺ സമഭൂമിക്ക് സമീപത്തുള്ള മെഗിദോ താഴ്വരയിൽ 1500 ഏക്കർ സ്ഥലം ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഇന്ന് ഡിമാർക്കേറ്റ് ചെയ്ത് തീർന്നില്ല. ഇന്ത്യയിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ ആവറേജ് 100 ഫോട്ടോഗ്രാഫർമാർക്ക് അനുമതിയുണ്ട്. അതിലെ കറങ്ങി എടുത്തോളാൻ യുദ്ധത്തിന്റെ തുടങ്ങിക്കഴിഞ്ഞു. ഇവൻ അവിടെ ലോകത്തിലെ മുഴുവൻ മിലിറ്ററിയെയും വരുത്തും. ലോകം അവന്റെ കയ്യിലാ. വേൾഡ് റൂളറാ, ന്യൂ വേൾഡ് ഓർഡറാ. അവൻ ഭരിക്കുമ്പോൾ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും TV വഴി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ഗലീലോ പ്രോജക്ട് അവന്റെ കയ്യിൽ വരും. അവന്റെ സോൾജർ അവൻ അതുകൊണ്ട് ഇൻഫർമേഷൻ കൊടുക്കും. മുഴുവൻ മിലിറ്ററി വേഗമാറ്റമായുധങ്ങളും കമ്പ്യൂട്ടറുമായിട്ട് വരണം പ്ലെയിനിൽ. അവിടെ വരും. അതാ ഹർമഗദോൻ യുദ്ധം. മശിയായി നമ്മൾ എവിടെയാ? നിങ്ങളിവിടുണ്ടോ? വലിയമലയിൽ നമ്മൾ കർത്താവിന്റെ കൂടെ പറന്നങ്ങോട്ട് ചെല്ലും. നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ഹല്ലേലൂയ പറയും. തകർത്തവനെ വീണിക്കുന്ന നേരിട്ട് കാണാൻ പോകുക നോക്കിക്കണം. അപ്പം ലോകത്തിലെ ക്യാപ്റ്റന്മാരൊക്കെ നിൽക്കുക. മുമ്പ് നിൽക്കുന്ന 3 ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാ നിൽക്കുന്നത്. സാധാരണ പുള്ളികളല്ല, പ്രത്യേക ഇനത്തിൽ സൃഷ്ടിച്ച സാധനങ്ങളാ. സോമാറ്റിക് സെൽ, ന്യൂക്ലിയർ ട്രാൻസ്ഫർ, മൈക്രോപ്ലാസ്മ, ജെൻഡാലിയം, ഇതൊക്കെ നിൽക്കുന്ന സാധനം. സന്തോഷം ക്യാപ്റ്റന്മാർ എല്ലാമാരിലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാര്യം നീ ഇറക്കുന്നവരാണ്. കർത്താവ് നമ്മൾ പറന്നങ്ങോട്ട് വരും. ഒരു വെടിയും പൊട്ടണ്ട. സംഗതി ഇവിടെ തീരുമാനിക്കാം. വെളിപ്പാട് 19 ഒന്ന് വായിച്ചേ. യുദ്ധം. അതാ ഹർമഗദോൻ യുദ്ധം. അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളി. ആന്റിക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനും നേരെ ഗന്ധം കത്തുന്നത് ഡിറക്റ്റ് നേരെ അറിയും. എങ്ങനെയാ? 2 ദിവസം 2 നേടുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അടുത്ത കിട്ടണം. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. മലയാളിയുടെ ഭാഷയിൽ ഒറിജിനൽ കുതി വീഴ്ത്തതാണ്. ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്യാമെന്ന ചേവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരിയുന്നു? നസ്രായനായ യേശുവിനെ. യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, അത് ഞാൻ തന്നെ. ആ ശബ്ദത്തിൽ എല്ലാ താഴെ വീണു. നമ്മുടെ കർത്താവിന്റെ ശക്തിയാണ്.
യഹോവയായ ദൈവത്തിന്റെ ശക്തിയാണ്. ഒന്നാം മനുഷ്യന്റെ മുമ്പിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായെങ്കിൽ അതേ പവർ മറ്റൊരു വിധത്തിൽ ഈ രണ്ടെണ്ണത്തിന്റെ മേൽ വായിലെ ശ്വാസത്തെ ടണിനെ തട്ടും. പിന്നെ അടുത്തത് സാത്താന. വായിക്കാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അനന്തരം ഒരു ദൂതൻ ആകാശത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. സാത്താനെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് ബോട്ടംലെസ് പിറ്റ് അഗാധ കൂപത്തിൽ അടയ്ക്കും 1000 വർഷം. അപ്പോൾ ഈ ലോകത്തെ തകർത്തിയ സൈത്തനറ്റിക് ട്രിനിറ്റി, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, 3 തീർന്നു. ഇനി ആരുണ്ട് മറുഭാഗത്ത്? ഇനി ആരാ ഉള്ളത്? നിങ്ങൾ സഹകരിച്ച് അറിയില്ലേ ആരുണ്ട്? ചിന്തിക്കുകയാണോ പേടിക്കുകയാണോ കൺഫ്യൂഷനാണോ? ഒരു ഭാഗത്ത് നമ്മളും കർത്താവും, മറുഭാഗത്ത് സാത്താന്റെ ശക്തികളും. പിന്നെ KVTV വഴി കാണിച്ചിട്ട് വരുത്തിയതാരെയാ? ലോകത്തിലെ മിലിറ്ററി. അത് നിൽക്കുക. അവർക്കാകെ ചിന്താപ്പെടപ്പെടാ ത്യാഗത്തിൽ എന്ന് പറഞ്ഞ 3 തട്ടിപ്പ് നേരിട്ട് കാണുക. ഇവർക്കൊരു കൺഫ്യൂഷൻ. എടാ ഇതെന്നാ ഇങ്ങനെയാ ചെയ്യുന്നേ? അവർക്ക് വരാൻ പോകുന്ന കളി കണ്ടോണം. വായിക്കാം. സക്കറിയാവ് 14:12. സക്കറിയാവ് 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ, നമ്മൾ വിഷയത്തിലേക്ക് വരിക. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞൊഴുകി പോകും. മാംസം ചീഞ്ഞൊഴുകും. അവരുടെ കണ്ണ് മിനിറ്റിനകം അഴുകി തീരും. അടുത്തത് അവരുടെ നാക്ക് ഉരുകി താഴോട്ട് പോകും. എന്താ? റേഡിയേഷൻ. എങ്ങനെ? അടുത്തത് വായിക്കാം. അന്നാളിൽ യഹോവയാൽ മഹാപരാക്രമം അവരുടെ ഇടയിൽ ഉണ്ടായി. A great panic by God. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, കണക്ക് തെറ്റും, കമ്പ്യൂട്ടറിനകത്ത് തമ്പുരാൻ വൈറസ് കയറ്റും. അവന്റെ വൈറസ് കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറ്റും. വേണ്ട, കമ്പ്യൂട്ടറിൽ ഓവർലോഡ് കയറും. അറിയാമോ? കഴിഞ്ഞ മാസം ഒരു സംഭവം നടന്നു. കൊറിയ ഒരു പരീക്ഷണം നടത്തി. 5 ദിവസത്തേക്ക് വൈറ്റ് ഹൗസിലെ കമ്പ്യൂട്ടർ ചലിച്ചില്ല. ജപ്പാനിലെ കമ്പ്യൂട്ടർ ചലിച്ചില്ല. ഓവർലോഡ് കയറ്റി വിട്ടവൻ. കൊറിയയിലെ ഹാക്കേഴ്സ് ചെയ്ത പണിയാണ്. ട്രയൽ അടിച്ചതാ. വൈറ്റ് ഹൗസിലെ കമ്പ്യൂട്ടർ അനങ്ങിയില്ല. ഓവർലോഡ് കയറ്റി വിട്ടു. ഇന്തോനേഷ്യയിൽ ഒരു പയ്യൻ പണ്ടൊരു പരിപാടി ചെയ്തു. ഒരു വൈറസ് കയറ്റി വിട്ടു. ഐ ലവ് യു എന്നും പറഞ്ഞ്. എത്ര നഷ്ടമാണെന്നറിയാവോ? എന്റെ കർത്താവ് ഇവന്റെ ഈ രോഗപട്ടാളത്തിന്റെ കമ്പ്യൂട്ടറോട് വൈറസ് അങ്ങോട്ട് കയറ്റി വിടും, അല്ലെ ഓവർലോഡ് ചെയ്യും, കണക്ക് തെറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, ഉരുകിക്കിടക്കും. 10,000-കണക്കിന് ലോകപട്ടാളക്കാരുടെ ശവം യെരുശലേമിന്റെ സമീപത്തും അർമ്മഗദോനിലും ഉരുകി വീഴുമ്പോൾ കർത്താവ് ഒരു പരിപാടി ചെയ്യും. മരുഭൂമിയിൽ ഓടിപ്പോയവരെങ്കിൽ വിളിക്കും. വായിക്കാം. യെശയ്യാവേ 11:11 വേഗം വായിച്ചേ. ഏതെല്ലാം രാജ്യത്തിൽ പോയത് കണ്ടോണം. യെശയ്യാവേ 11:11. അസ്സിറിയയിൽ നിന്നും, പടിഞ്ഞാറ് ഈജിപ്തിൽ നിന്നും, കിഴക്കൻ ഈജിപ്തിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, ഇറാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, മസ്കറ്റ് മുതലായ എവിടൊക്കെ താമസിക്കുന്ന ആരാ? ചേട്ടന്മാരാ, ചേട്ടാനിയും മക്കളാ. അവരുടെ പ്ലാൻ ഒന്ന് മാറ്റും. ഇതെല്ലാം അബ്രഹാമിന്റെ മക്കളാ. ഇന്നവർക്ക് വൈരാഗ്യമാ. ഇപ്പോഴേ യൂസാകാൻ തുടങ്ങി, അയയാൻ തുടങ്ങി, ലക്ഷണം തുടങ്ങി. 975 ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്ത് അയഞ്ഞു. ദോഹ അയഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഒരു പിടുത്തം കൊണ്ടാ. അല്ലെങ്കിൽ ഇതെല്ലാം അയയും. എന്റെ കർത്താവ് നീതി ചെയ്യാൻ പോവുക. ഇവര് പറയടാ, ഇത് നമ്മുടെ സഹോദരന്മാരാ. ആരാ? അബ്രഹാമിന്റെ മക്കളായതെല്ലാം ഇവരെയും വിഗ്രഹത്തിന്റെ പേരിലാ ഓടിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്ത് ആ കൂട്ടർ കൂടുന്നതിന് കാരണമുണ്ട്. ചില വചന നിവൃത്തിയാ ഇന്ത്യയിൽ കൂടുന്നതിന് കാരണമുണ്ട്. കർത്താവിന്റെ 3ാമത്തെ ന്യായാസനം അവർക്കുള്ളതാ. അവിടെ ഒളിപ്പിക്കും. നിങ്ങൾ ഈ ഗൾഫിൽ ചെന്ന ഒരു കാഴ്ച കാണാം. ഗൾഫിൽ വന്നവരാണല്ലോ പലരും. ലോകത്തിൽ ഒരിടത്ത് ഇത്രയും വലിയ കെട്ടിടം പണിത് കൂട്ടിയിട്ടിട്ടില്ല. വെറുതെ ഉണ്ടാക്കുക. അവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എത്രാം പ്രാവശ്യം? 1-ാം പ്രാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചു. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തു. ഡേവിഡ് ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായി. അപ്പൊ 2-ാം പ്രാവശ്യം കിട്ടണമെങ്കിൽ ചെതറിപ്പോണം. അതാണ് സംഭവിച്ചത്. അവരെ നമ്മൾ വായിച്ചത്, സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോകാൻ കഴുകന്റെ ചിറ കിട്ടി. അഭയാർത്ഥികളായിട്ടാ പോയെന്നോർത്തോളം അവരെ പേടിച്ച്. യൂറോറ്റാണല്ലോ അതിന്റെ കാരണങ്ങളിൽ ഒന്നാ. ഇതിലേ വന്ന് കെട്ടിക്കൊണ്ടുപോകും. ഇവർ തിരിച്ചു വരും.
അവര് നോക്കും ആരാ ഞങ്ങളെ രക്ഷിച്ചത്. നമ്മുടെ പ്രിയൻ ഇങ്ങനെ കൈയോർത്ത് എനിക്ക് ഒരു ചോദ്യമുണ്ട്. സക്കറിയ 13:6 സക്കറിയ 13:6 വേഗം വായിച്ചേ. നിന്റെ രക്ഷിച്ച ആളിനെ നോക്കുമ്പോ നമ്മുടെ പ്രിയൻ കര ഉയർത്തി നിൽക്കും. നമ്മുടെ ചുറ്റിൽ നിന്ന് ഹോശന്നാ പാടും. സാത്താന്റെ ശക്തികളെ തകർത്ത സന്തോഷത്തിൽ നമ്മൾ തുള്ളിച്ചാടുക. ചുറ്റും നിന്ന് അന്ന യഥാർത്ഥ ഡാൻസ് അറിയാവോ? അല്ലെ വെള്ളമടിച്ചുള്ള ഡാൻസ് അല്ല, സന്തോഷത്താൽ നമ്മുടെ ആത്മശരീരത്തിൽ ഡാൻസ് ചെയ്യും. അന്നേരം ഇവർ ചോദിക്കും നിന്റെ ഈ കൈ കാണുന്ന പാടന്നാ രക്ഷിച്ചേ. അടുത്ത വായിച്ചേ. 2000 വർഷം മുമ്പേ ഞാൻ വന്നപ്പോ എന്നെ അടിച്ചതാ. അതേ അധ്യായത്തിലുണ്ട് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലും വിലപിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ച കർത്താവെ നിന്നെയാണോ? തന്നെയല്ല, നീയാണെന്ന് ഞങ്ങൾ ഈ വഞ്ചകരെ അംഗീകരിച്ചത്. നമ്മുടെ പ്രിയൻ നമ്മളെ രക്ഷിച്ചതുപോലെ അവരെ ചേർത്തണയ്ക്കുമോ? അതാണ് ഞാൻ സദാകാലത്ത് ഇസ്രായേലിനെ വിവാഹത്തിന് നിശ്ചയിക്കും. പക്ഷേ 1:19 സ്വന്തം നാട്ടിൽ വന്നു, തിരിച്ചു വരുത്തി. പക്ഷേ അങ്ങോട്ട് കയറാൻ മേല. എന്താ സംഭവം? അടുക്കാൻ മേല. എന്താ കാര്യം? അവിടെ എന്തോ കിടക്കുന്നത്? അവിടെ എന്തോ കിടക്കുന്നത്? ചെറുതി കിടക്കുന്നത് ശവങ്ങൾ. എങ്ങനത്തെ ശവമാ? റേഡിയേഷൻ ഏറ്റ ശവം. തൊടാനൊക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? തൊടാനൊക്കത്തില്ല. റേഡിയേഷന്റെ ബോഡിയെ തൊട്ട് റേഡിയേഷൻ വരും. പഠിപ്പിക്കാൻ ആളില്ല. അതിനെന്റെ ദൈവത്തിന്റെ മുൻനിർണയം 2000 തിയേറ്ററിൽ ട്രെയിൻ ചെയ്തു. വചന നിവൃത്തിയാ. വായിക്കാം. എഹെസ്കേൽ 39:14 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഹെസ്കേൽ 39:14 ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കാൻ 2600 വർഷം മുമ്പ് എഹെസ്കേൽ എഴുതി. ട്രെയിൻ പീപ്പിൾ ഷാൽ ബി ഡിപ്ലോയ്ഡ് ടു ക്ലീൻ ദ ലാൻഡ്. ഹർമഗദോൻ യുദ്ധം കർത്താവിന്റെ വരവിന് ശേഷം 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന യുദ്ധത്തിൽ സംഭവിക്കുന്ന ഈ വലിയ കാര്യം, ചെതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് ലോകപട്ടാളത്തിന്റെ ഡെഡ് ബോഡി റേഡിയേഷൻ്റെ ക്ലീൻ ചെയ്യാൻ അന്ന് അവർ അഭയാർത്ഥികളായപ്പോൾ തിരിച്ചു വരുമ്പോൾ, കാര്യമായി യാതൊരു ഇംപ്ലിമെന്റ് കയ്യിലില്ലാതെ ഓടി വരുമ്പോൾ ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കാൻ ആളില്ല, പഠിക്കാൻ സമയമില്ല, നാട് ചീഞ്ഞു നാറുക. അന്ന് മാറ്റാൻ ഇന്നവർ ടെക്നോളജി പഠിച്ചെങ്കിൽ അതിന് 7 വർഷം മുമ്പ് എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ നമുക്ക് സകലങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഈ ഭാഗം നമുക്ക് ഇതിവിടെ നിർത്താം. ഞാൻ ഉദ്ദേശിച്ച് മശിഹയുടെ 7 ന്യായവിധിയെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. 7 ന്യായാസനമാണ് കർത്താവിൻ്റെത്. ഒന്നാമത്തെ ന്യായാസനം നമ്മൾ ചിന്തിച്ചു ഇന്നലെ, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം. രണ്ടാമത്തെ ന്യായാസനമുണ്ട് മഹോപദ്രവ രക്തസാക്ഷികളെ ന്യായം വിധിച്ച് കയറ്റാൻ. മൂന്നാമത്തെ ന്യായാസനം പഴയ നിയമ ഭക്തന്മാരെ. നാലാമത്തെ ന്യായാസനം ലോകജാതികളെ, ഇസ്രായേലിന് അഭയം കൊടുത്തവരെ. അഞ്ചാമത്തെ ന്യായാസനം ഇസ്രായേലിനെ. ആറാമത്തെ ന്യായാസനത്തിൽ കർത്താവ് വിധിക്കും, ഒപ്പം നമ്മളെ ഇരുത്തും. നാം ദൂതന്മാരെ വിധിക്കും. വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കാനുള്ള ഞാനും നിങ്ങളുവാ. അതിനാ ഞാൻ ഇന്നലെ പറഞ്ഞ ഹെവൻലി എഡ്യൂക്കേഷൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. ഏഴാമത്തെ ന്യായാസനം വെള്ളസിംഹാസന ന്യായവിധി. മരിച്ചുപോയവരെല്ലാം ഉയർക്കും. അവർക്ക് 10 തെളിവുകൾ ഹാജരാക്കി അവരെ ഗന്ധവംഗത്തുനിന്ന് പൊയ്കയിലിടും. അത് കഴിയുമ്പോഴാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. ഇത്രത്തോളം ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. ഈ വചനങ്ങളാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇനി 3 ദിവസം ഉണ്ടല്ലോ, ഷൈനിങ് ബിലീവർ. ഇത്രയും സംഗതി നമ്മൾ ചിന്തിച്ചു. ഇനി അവിടെ പോണേ ഇവിടെ തിളങ്ങണം. അതിനെന്താണ് നമ്മൾ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ്